ഇതുവരെ പറയാത്ത ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. സ്ത്രീകളുള്ളൊരു കമ്മിറ്റി, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തൊരു കമ്മിറ്റിയാണ് ഞങ്ങളുടെ. അതിജീവിത ഉൾപ്പെടെയുള്ള ആളുകളെ വിളിക്കാനുള്ള എന്തെങ്കിലും ശ്രമം? ഒരു ഇനിഷ്യേറ്റീവ് അവിടുന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർക്ക് ചിലർക്ക് താല്പര്യമില്ല ഇവർ വരുന്നതിൽ എന്ന് എനിക്കൊരു കാര്യത്തിൽ ഉറപ്പാണ്. ഒരിക്കലും നമ്മുടെ മെമ്പേഴ്സ് അങ്ങനെ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. താരസംഘടനയിൽ നടക്കുന്നത് കേട്ടാൽ മലയാളികൾ ഞെട്ടുന്ന കാര്യങ്ങൾ. പലർക്കും കിട്ടേണ്ട അവസരങ്ങൾ പോലും നിഷേധിച്ചിട്ടുണ്ട്. ചില കലാകാരന്മാരെ പാട്ട് പാടാനൊന്നും സ്റ്റേജിൽ കയറ്റിയില്ല. ഞാൻ പറഞ്ഞു ഞാനതൊന്ന് പറഞ്ഞോട്ടെ. ഇല്ല അൻസിബ അത് പറയാൻ പാടില്ല. അൻസിബ ഇതിന് മാറ്റിയ കാര്യം ആരോടത്തും പറയണ്ട. ഇപ്പോൾ ഇനി മുതൽ അൻസിബ നമ്മുടെ മെമ്പേഴ്സുമായിട്ട് സംസാരിക്കേണ്ട. ഒന്നൊന്നായി ആദ്യമായി വെളിപ്പെടുത്തി അൻസിബ. ജോയിന്റ് സെക്രട്ടറി നമ്മൾ ആ സ്റ്റിക്കർ മാറ്റിയിട്ട് അവിടെ ട്രഷറർ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുക. അതായത് അതിൻ്റെ അർത്ഥം നീ ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ അങ്ങോട്ട് വരണ്ട. ന്യൂസ് 18 മാത്രമായി അൻസിബ മനസ്സ് തുറന്നു. വേറെ ഏതൊക്കെ മെഡിസിൻ കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ മെഡിസിൻസ് അയക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് മെഡിസിൻ പോകാൻ തുടങ്ങി. ഇത് ഏതൊക്കെ മെഡിസിൻ കമ്പനികളിൽ നിന്നാണ് ഇത്രയും മരുന്നുകൾ പോണതെന്ന് ഞാൻ ഉൾപ്പെടെ പലർക്കും അറിയില്ല കമ്മിറ്റിയിലിരിക്കുന്നു. ഒരിക്കലും ഒരു കാര്യത്തിലും നമ്മൾ ഒപ്പിടുമ്പോൾ ഒപ്പിൻ്റെ മേലെ കൂടെ ഒരക്ഷരം പോലും പോകാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇത് എഴുതി ചേർത്താണല്ലോ, ഞാൻ ഒപ്പിട്ട് കൊടുത്തപ്പോൾ ഇതില്ല. എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വിത്ത് അൻസിബ ഹസൻ. ഇങ്ങനൊരു കാര്യത്തിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓരോരുത്തരുടെ അവസ്ഥ എന്തായിരിക്കും? ഭയം തോന്നും. നമസ്കാരം അൻസിബ. നമസ്കാരം. പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളോട് അൻസിബ ആദ്യം പറഞ്ഞത് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് എന്നുള്ളതാണ്. ആ ചരിത്ര മുഹൂർത്തത്തിലേക്ക് എത്തിപ്പെടാൻ നല്ല കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട്. ആ കഷ്ടപ്പാട് ഇപ്പോൾ നോക്കുമ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു? കഷ്ടപ്പാട് തന്നെയാണ്. കാരണം ഞാൻ ഒരേ സമയം മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിക്കുന്നു, സംഘടനയിലുള്ള കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ പോലീസുകാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ഒരു സൈഡിൽ ഞാൻ ജനങ്ങളെ ഇത് ധരിപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഇടയിൽ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരേ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സ്ട്രെസ്സ് എനിക്കുണ്ടായിരുന്നു. എന്നാലും എനിക്ക് വേണ്ടി പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരൊറ്റ ബോധ്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ഒന്ന് പോരാടണം എന്ന് തീരുമാനിച്ചത്. പിന്നെ നമ്മൾ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടാണ് ആ സംഘടനയിൽ ഓരോ തവണയും മത്സരിച്ചിട്ടുള്ളത്. അവിടുത്തെ മെമ്പേഴ്സിനെല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെയൊക്കെ അവർക്കും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അതൊരു ഭയങ്കര രസമുള്ളൊരു ഫിലിം ഫ്രട്ടേണിറ്റിയാണ്. അപ്പോൾ അവിടെയുള്ള കുറേ അവശ്യ കലാകാരന്മാരുണ്ട്, ഒരുപാട് സ്റ്റാർഡുള്ള ആളുകളുണ്ട് ഇപ്പോഴും. പക്ഷേ എല്ലാവരും അതിനകത്ത് വരുമ്പോൾ എല്ലാവരും ഈക്വലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം അത് ശരിക്കും വളരെ സ്മൂത്തായിട്ട് പോകേണ്ട ഒരു അസോസിയേഷനാണ് അമ്മ എന്ന് പറയുന്നത്. എല്ലാം അവിടെ തന്നെ ഉണ്ട്, ഈസി ആയിട്ട് ആക്സസിബിളാണ്. എല്ലാം ഫിനാൻഷ്യലി ആണെങ്കിൽ ഭയങ്കര സ്റ്റേബിളായിട്ടുള്ളൊരു സംഘടനയാണ്. ഇന്ത്യയിൽ തന്നെ ഇത്രയും സ്റ്റേബിളായിട്ടുള്ളൊരു സംഘടന ഇല്ല. പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഐക്യമില്ല എന്നൊക്കെ പറഞ്ഞാലും അത് കുറച്ച് പേര് തമ്മിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് ഐക്യമുണ്ട്. ഇത്രയും ഐക്യമുള്ളൊരു സംഘടന ഇന്ത്യൻ സിനിമയിലും വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടന നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനിപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ ഭാരവാഹിത്വത്തിൽ ഇരിക്കണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ അവിടെ ഭാരവാഹിത്വത്തിലില്ലെങ്കിലും ഞാൻ അതിൻ്റെ ഒരു പാർട്ടാണ്, ഒരു സാധാരണ മെമ്പർ തന്നെയാണ്, ലൈഫ് മെമ്പറാണ്. നല്ല രീതിയിൽ അത് പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം എനിക്ക് ഈ ഒരൊറ്റ കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ ഇത് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. കഴിഞ്ഞ മാസം ഏകദേശം ഇതേ ദിവസത്തിലാണ് ഈ പൊട്ടിത്തെറികളുടെ ഒരു കാഴ്ച ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ മുതൽ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നും അൻസിബയ്ക്കുള്ള സപ്പോർട്ട് വ്യക്തമായിരുന്നു. നമ്മളിപ്പോൾ ഓരോ പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാലും എവിടെയാണ് ആളുകൾക്കിടയിൽ അൻസിബയ്ക്കുള്ള സപ്പോർട്ട് അപ്പോൾ മുതൽ തന്നെ ഉണ്ടായിരുന്നു. നാളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ജനറൽ ബോഡിയിൽ അംഗങ്ങളുടെ സപ്പോർട്ടും അൻസിബയ്ക്കുണ്ട് പൂർണ്ണമായിട്ടും. എന്താണ് ആ 22 മിനിറ്റിൽ നീണ്ടു നിന്ന അൻസിബ? ആ 22 മിനിറ്റിൽ ഞാൻ ഈ കഴിഞ്ഞ 10 മാസമായിട്ട് അവിടെ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് വ്യക്തിപരമായിട്ട് ഞാൻ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ അഴിമതികളാണ് അവിടെ നടന്നിട്ടുള്ളത്, സാമ്പത്തികമായിട്ടുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളത് എല്ലാം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അമ്മയിൽ കുടുംബസംഗമം കൊണ്ടുവന്നതിൻ്റെ ഒരു കാരണം തന്നെ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ സ്റ്റാർഡം ഇങ്ങനെ അത് ഒരു ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നിൽക്കുകയല്ലേ സ്റ്റാർഡം. ഇന്ന് ചിലപ്പോൾ ഒരാളായിരിക്കും സൂപ്പർ സ്റ്റാർ, നാളെ ചിലപ്പോൾ അയാൾ സ്റ്റാർ ആയിരിക്കില്ല. അപ്പോൾ ഈ സ്റ്റാർഡം വെച്ചിട്ടാണ് ചാനൽ ഷോ, ഇപ്പോൾ അമ്മ ഷോയൊക്കെ നടത്തുന്ന സമയത്ത്
ചാനലുകൾ എപ്പോഴും സ്റ്റാർഡുള്ള ആളുകളെ വെച്ചിട്ടുള്ള പ്രോഗ്രാംസിനാണ് പ്രയോറിറ്റി കൊടുക്കുക. അത് ചാനൽസിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചാനൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പോൺസേഴ്സ് വേണം, സ്പോൺസേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ സ്റ്റാർഡുള്ള ആൾക്കാർ വേണം. അപ്പോൾ അങ്ങനെ എപ്പോഴും അമ്മ ഷോയൊക്കെ നടത്തുമ്പോൾ നമ്മൾ സ്റ്റാർഡം കുറഞ്ഞു പോയ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. സ്റ്റാർഡം കുറഞ്ഞു പോയി എന്ന് മാത്രമേ കുറവുള്ളൂ, അല്ലാതെ അവർ മികച്ച അഭിനേതാക്കൾ തന്നെയാണ്, മികച്ച ഡാൻസേഴ്സാണ്, മികച്ച കലാകാരന്മാരാണ്. അപ്പോൾ അവർക്കും കൂടെ ഈ കൂട്ടത്തിൽ അവസരം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, പക്ഷെ പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ നമ്മുടെ ബാക്കിയുള്ള ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ അവസരം കിട്ടാത്ത മികച്ച കലാകാരന്മാർക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിച്ചൊരു കാര്യം, അങ്ങനെയുള്ളവർക്ക് സ്റ്റേജ് കിട്ടണം. ആ സ്റ്റേജ് കിട്ടുന്നത് നമ്മുടെ കുടുംബസംഗമം നടത്തുമ്പോൾ സ്റ്റാർഡത്തിൻ്റെ കാര്യം അവിടെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെല്ലാവരും ഈക്വൽ അല്ലേ. അപ്പോൾ എല്ലാവർക്കും അവസരം കിട്ടും. ഇന്ന ആളെ ഇത് ചെയ്യാവൂ എന്നുള്ളത് കാര്യമില്ല അവിടെ. ഇന്ന ആൾക്ക് ഫ്രണ്ടിൽ സീറ്റ് എന്നുള്ള സംഭവം അവിടെ ഇല്ല, റിസർവ്ഡ് സീറ്റ് ഇല്ല അവിടെ, ആർക്ക് വേണമെങ്കിലും എവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് കുടുംബസംഗമം കൊണ്ടുവന്നത്. അപ്പോൾ കുടുംബസംഗമത്തിൽ ഈ പറയുന്ന സ്റ്റേജ് കിട്ടാത്ത കലാകാരന്മാർക്ക് സ്റ്റേജ് കൊടുക്കണം എന്നാണ്. അങ്ങനെ അവർക്ക് പലർക്കും കിട്ടേണ്ട അവസരങ്ങൾ പോലും നിഷേധിച്ചിട്ടുണ്ട്. അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിൽക്കുന്ന ആരും തന്നെ ഇത്തവണ കുടുംബസംഗമത്തിന് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഈസിയിൽ ഞങ്ങൾ എടുത്തതാണ്. എന്നിട്ടും ചില കലാകാരന്മാരെ പാട്ട് പാടാനൊന്നും സ്റ്റേജിൽ കയറ്റിയില്ല. എന്നിട്ട് ഈസിയിൽ തന്നെ 2 അംഗങ്ങൾ 2 പാട്ട് നിന്ന് പാടുകയും ചെയ്തു. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്കതൊരു തമാശയായിട്ട് തോന്നുകയാണെങ്കിലും ഈ സ്റ്റേജ് കിട്ടാൻ കൊതിച്ചൊരുപാട് നാളായിട്ട് നിൽക്കുന്ന സംഘടനയിലെ അംഗങ്ങൾക്കുള്ള ഒരു വൈകാരികമായിട്ടുള്ളൊരു വേദനയുണ്ട്. അത് മനസ്സിലാക്കണ്ടേ? അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. അവിടെ അവരുടെ അവസരം നിഷേധിച്ചിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെ നിന്ന് പാട്ട് പാടുക, ആ സ്റ്റേജ് കൈയടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ആ തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ സഞ്ജീവിനി മെഡിസിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ അംഗമായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണന് ഒരു മെഡിസിൻ കമ്പനിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സഞ്ജീവിനി പ്രൊജക്റ്റ് ആലോചിച്ച സമയത്ത് തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് അറിയുകയും, അങ്ങനെ ആ സമയത്ത് കഴിഞ്ഞ കമ്മിറ്റിയായിരുന്നു സഞ്ജീവിനി കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് സിദ്ദിഖിക്കൊക്കെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ രാജിവെച്ച് പോകുന്നതിൻ്റെ മുന്നേ തന്നെ സഞ്ജീവിനി പദ്ധതിയെ പറ്റിയിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതറിയുകയും അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ മെമ്പറല്ലേ, എന്നാൽ പിന്നെ നമ്മുടെ മെമ്പറിനല്ലേ ഒരു അവസരം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് വിഷ്ണു ഉണ്ണികൃഷ്ണനെ വിളിച്ച് സംസാരിക്കുകയും അതിന് വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാക്സിമം ഡിസ്കൗണ്ടിൽ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മൾ വേറെ 2 കൊട്ടേഷനും കൂടെ വിളിച്ചു. എപ്പോഴും ഒരു 3 കൊട്ടേഷനെങ്കിലും വിളിച്ചിട്ട് ഏറ്റവും കുറവേ നമ്മൾ എടുക്കാറുള്ളൂ. വേറെയും 2 കൊട്ടേഷൻ വിളിച്ചു. ആ 2 കൊട്ടേഷനേക്കാളും കുറവ് തന്നെയായിരുന്നു വിഷ്ണുവിൻ്റെത്. അങ്ങനെ ഈസി പാസ്സാക്കിയതാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനി മുഖേന നമുക്ക് ഈ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും സഞ്ജീവിനി പദ്ധതി പ്രകാരം മെഡിസിൻസ് കൊടുക്കാമെന്നുള്ളത്. അതിന് മെഡിസിൻസ് കൊടുത്തു. വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടൊക്കെ തന്നെയാണ് അവർ മെഡിസിൻസ് എല്ലാവർക്കും കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സഞ്ജീവിനി പദ്ധതി നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനെയും വിളിക്കുക, അവരുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കും പലരുടെയും. അപ്പോൾ അതിനനുസരിച്ച് മാറിക്കൊടുക്കണമൊക്കെ ഉണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഈ മെഡിസിൻ കമ്പനിയിൽ നിന്ന് കൃത്യമായിട്ട് മെഡിസിൻസ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ കമ്മിറ്റി വന്നപ്പോഴേക്കും ഒറ്റയടിക്ക് അതങ്ങ് മാറ്റി. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനിയിൽ നിന്ന് മെഡിസിൻസ് പോകേണ്ട ആവശ്യമില്ല എന്ന് ആരൊക്കെയോ തീരുമാനിച്ചു. ഈസിയിൽ അതൊന്നും പറഞ്ഞ് പാസ്സാക്കിയൊന്നുമില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെത് മാറ്റിനി അടുത്തൊരു കൊട്ടേഷൻ വിളിച്ചിട്ട് അതിനേക്കാളും കുറവ് വേറൊരാൾ തരികയാണെങ്കിൽ തന്നോട്ടെ, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. എപ്പോഴും പൈസ കുറഞ്ഞിട്ട് ക്വാളിറ്റി കൂടുതലുള്ള മെഡിസിൻസ് നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നു അവരെ തന്നെ നമ്മൾ വെക്കുകയുള്ളൂ. എല്ലാ വർഷവും നമുക്ക് കൊട്ടേഷൻ വിളിക്കാം. പുതിയ കമ്മിറ്റി വന്നപ്പോഴും കൊട്ടേഷൻ ഇവർ തന്നെ വെക്കുന്നു, ആരൊക്കെയോ തീരുമാനിക്കുന്നു. ഇതങ്ങ് മാറ്റിയിട്ട് വേറെ ഏതൊക്കെയോ മെഡിസിൻ കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ മെഡിസിൻസ് അയക്കുന്നു. അപ്പോൾ ബേസിക്കലി ഒറ്റ സ്ഥലത്തുനിന്ന് മെഡിസിൻ പോയിക്കൊണ്ടിരുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് മെഡിസിൻ പോകാൻ തുടങ്ങി. നമുക്കിതിൻ്റെ കണക്കൊന്നും തരുന്നില്ല. ഇത് ഏതൊക്കെ മെഡിസിൻ കമ്പനികളിൽ നിന്നാണ് ഇത്രയും മരുന്നുകൾ പോണതെന്ന് ഞാൻ ഉൾപ്പെടെ പലർക്കും അറിയില്ല കമ്മിറ്റിയിലിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഇതിനുത്തരമില്ല. അപ്പോൾ ഇത് അങ്ങനെ തീരുമാനിച്ചു ഇങ്ങനെ തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ല. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും ഉത്തരമില്ല. ഇതെല്ലാം അൻസിബ പറയുമ്പോഴാണ് അംഗങ്ങൾ പറയുന്നത്. അംഗങ്ങൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല, കാരണം ഇത് ഞാൻ ഇപ്പോഴാണ് പറയണത്. അപ്പോൾ അത് എനിക്ക് ജനറൽ ബോഡിയിൽ ഞാൻ 22 മിനിറ്റ് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു. എൻ്റെ പിന്നെ എല്ലാത്തിൻ്റെയും പ്രൂഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ നോക്കി പറയാത്തത് കൊണ്ട് ചില പോയിന്റ്സൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ചില കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ അതൊക്കെ അത് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല. അപ്പോൾ അതിന് നമുക്ക് ഭയങ്കര വിഷമാവും. അത് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആളെ പരിഹസിക്കുക, അല്ലെങ്കിൽ മോശക്കാരിയാക്കുക, അങ്ങനെ കുറേ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ സഞ്ജീവനി പദ്ധതി അൻസിബയുടെ കീഴിലാണല്ലോ, അല്ല, ഇപ്പം എൻ്റെ കീഴിലല്ല, നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നടത്തുമ്പോൾ അത് ആദ്യം ചോദ്യം ചെയ്യുന്നത് അൻസിബയും ഉത്തരം കിട്ടേണ്ടതും അൻസിബയ്ക്കാണല്ലോ. അല്ല, എന്നെ ഈ കമ്മിറ്റി വന്ന ഉടനെ ആദ്യത്തെ തീരുമാനം അൻസിബിനി സഞ്ജീവനി ചെയ്യേണ്ടതെന്നായിരുന്നു. ആദ്യത്തെ തീരുമാനം തന്നെ ഇനി സഞ്ജീവനി പദ്ധതി അൻസിബ ചെയ്യേണ്ട. പകരം റോണി ഡേവിഡ്, ജയൻ ചേർത്തല, ആശ അരവിന്ദ് ചേച്ചി, ഒരു 3 പേര് വരുന്നു. റോണി ഡേവിഡ് ആയിരുന്നു ഇതിൻ്റെ ഹെഡായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റി. അപ്പോൾ ഓക്കെ, അവർ മാറ്റിയിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഒരു ഡോക്ടറും കൂടെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ എനിക്കെന്തായാലും ഡോക്ടറുടെ അത്രയും മെഡിസിനെ പറ്റിയുള്ള അറിവൊന്നുമില്ല. സാധാരണ നമുക്കറിയാവുന്ന പോലെ ഡോളോ 650 എങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പക്ഷേ എന്നെ മാറ്റിയതാണെന്ന് എനിക്കറിയാം, ഞാൻ അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ സഞ്ജീവനിയിൽ നിന്ന് മാറ്റിയെന്ന്. ഞാൻ സഞ്ജീവനി അംഗങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ബ്രോഡ്കാസ്റ്റ് എനിക്കുണ്ടായിരുന്നു. കാരണം എല്ലാ വിവരങ്ങളും അപ്പോൾ അറിയിപ്പിക്കാൻ വേണ്ടി, അപ്ഡേഷൻ കൊടുക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഞാനതൊന്ന് പറഞ്ഞോട്ടെ. ഇല്ല, അൻസിബ അത് പറയാൻ പാടില്ല. അൻസിബ ഇതിൽ നിന്ന് മാറ്റിയ കാര്യം ആരോടത്തും പറയണ്ട. ഇപ്പോൾ എന്നെ പറയാൻ സമ്മതിച്ചില്ല. അത് നമ്മൾ പറഞ്ഞോളാം. ഇനി മുതൽ അൻസിബ നമ്മുടെ മെമ്പേഴ്സുമായിട്ട് സംസാരിക്കേണ്ട, മെമ്പേഴ്സിന് ബ്രോഡ്കാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ട, ഇവിടുന്ന് നമ്മൾ അയച്ചോളാം. അമ്മയുടെ സ്പോക്സ് പേഴ്സൺ ഒരാളായിരിക്കും, അത് പ്രസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ജോയ് മാത്യു സാറിന് പറയാം. വേറെ ആരും സംസാരിക്കാൻ പാടില്ല. ബേസിക്കലി എൻ്റെ വാടപ്പിച്ചു. ഞാൻ ഇനി അമ്മയെ റെപ്രസെൻ്റ് ചെയ്ത് പുറത്ത് സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സഞ്ജീവനിയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി. പക്ഷേ എന്നെ പറയാനും സമ്മതിക്കുന്നില്ല, എന്നെ മാറ്റി പുതിയ ആൾക്കാർ വന്നതെന്ന്. അപ്പോൾ സഞ്ജീവനിയിലുള്ള ആൾക്കാർ തെറ്റിദ്ധരിക്കുക എന്താ, ഞാൻ ഒഴിവാക്കി പോയി വേറെ ആൾക്കാരെ എടുത്തു എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. ഇല്ല, അത് നമ്മൾ പറഞ്ഞോളാം, അൻസിബ അവർ സംസാരിക്കേണ്ട. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് 1-2 ആഴ്ച ഞാൻ മിണ്ടിയില്ലാന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി. തുടക്കത്തിൽ ആദ്യത്തെ മീറ്റിങ്ങിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ പിന്നെ പക്ഷേ 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇതിൻ്റെ മെഡിസിനെ പറ്റി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തർ. എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റണില്ല. ഇവരെൻ്റെ വാ അടപ്പിച്ച് വെച്ചുകൊണ്ട് എന്നെ മാറ്റിയെന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. ഭയങ്കര മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കുക. മരുന്നുകൾ കിട്ടാൻ ലേറ്റാവും. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, എന്നെ മാറ്റിയതൊക്കെ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ എല്ലാ മാസവും ഒരു 20-ാം തീയതിക്ക് മുന്നെങ്കിലും മരുന്നുകൾ അയക്കണം, എന്നാലേ ഇത് പലയിടത്തും ദൂര സ്ഥലങ്ങളിലേക്ക് ബാംഗ്ലൂർ വരെയൊക്കെ പോകുന്നുണ്ട്, എന്നാലേ കറക്റ്റ് 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് എത്തുള്ളൂ എല്ലാവരുടെയും മെഡിസിൻ, അതെങ്കിലും നിങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്നെ മാറ്റി എന്നുള്ള കാര്യം പറയാൻ സമ്മതിക്കണില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നിവൃത്തിയോട് കാരണം ഞാൻ മെസ്സേജ് അയച്ചു, ഇനിയിപ്പോൾ എന്നെ പുറത്താക്കട്ടെ, ഞാൻ ഇവർ പറഞ്ഞത് ലംഘിച്ചിട്ട് ഞാൻ എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ഞാനിങ്ങനെ മാറിയിട്ടുണ്ട്, എന്നെ മാറ്റിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഞാനെല്ലാം പുതിയ അംഗങ്ങളുണ്ട്, അവരെല്ലാ കാര്യങ്ങളും ചെയ്തോളൂ കേട്ടോ, എല്ലാവർക്കും നന്മ നേരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഞാൻ മാറിയെന്ന്. അപ്പോൾ കുറേ പേര് വിളിച്ചു ചോദിച്ചു, മോളെന്താ മാറി, ഇമോഷണലി ഒക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ല, പുതിയ ആൾക്കാർ നല്ല ആൾക്കാർ, അവരെല്ലാം ചെയ്തു തരും, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ അതുപോലെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ലക്ഷറി ആയിട്ടുള്ള കാറ്ററിംഗ് സർവീസിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ അന്നും ചോദിക്കേണ്ടത്, നമ്മൾ 17 പേരുടെ ഒരു നോർമൽ EC മീറ്റിങ്ങിന് എന്തിനാണ് നമുക്ക് ഇത്രയും ഒരു ലക്ഷറി കാറ്ററിങ്? അതിൻ്റെ ആവശ്യമില്ല. ഇത് ആരാണ് ഇത് കൊണ്ടുവന്നത്, ആരാണിത് ചെയ്തത്, അതൊന്നും ആർക്കും ഉത്തരമില്ല. അപ്പോഴും എന്നെ പരിഹസിക്കുന്ന പല വർത്തമാനങ്ങളുമാണ് അവിടെ ഇരുന്നിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പലരും പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. അന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടത്, അപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പിന്നെ എന്നെ ഇലക്ഷൻ്റെ സമയത്ത് പേഴ്സണലി ഹരാസ്മെൻറ്റൊക്കെ ഇലക്ഷൻ്റെ സമയം മുതലേ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്, അതായത് ഈ കാറ്ററിങ്ങിൻ്റെ കാര്യമൊക്കെ എന്തിനാണ്, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ചെയ്തത്, 17 പേര് മാത്രമുള്ളൊരു മീറ്റിങ്ങിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം വന്നു. ഭയങ്കര പരിഹസിക്കുന്ന രീതിയിൽ, എന്നുവെച്ചാൽ ദേഷ്യം വന്നാൽ പരിഹസിക്കുക ചെയ്യാം. അങ്ങനെ ആ പരിഹാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പം താഴെ ക്യാബിനുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ക്യാബിനുണ്ട്. അതായത് ഒന്ന് മാനേജർക്ക് ഇരിക്കാനുള്ളതും ഒന്ന് ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഇരിക്കാനുള്ള ക്യാബിന്. എനിക്കുള്ള ക്യാബിൻ, അതായത് കഴിഞ്ഞ വർഷം വരെ ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഉണ്ടായിരുന്ന ക്യാബിനായിരുന്നു അത്. ഫസ്റ്റ് ഫ്ലോറിൽ
പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും ഇരിക്കാനുള്ള ക്യാബിനാണ് ഉള്ളത്. അപ്പോൾ താഴെ ക്യാബിനുണ്ട്, അത് ലോക്ക് ചെയ്തിട്ടിരിക്കുക. അടുത്ത മീറ്റിങ്ങിന് ഞാൻ വന്നപ്പോൾ ഞാൻ ഇറങ്ങി അങ്ങ് പോയത് ലോക്ക്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി, ഒന്നും ചോദിച്ചില്ല. പിന്നെ വരുമ്പോൾ കാണുന്നത് ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ള ആ സ്റ്റിക്കർ മാറ്റിയിട്ട് അവിടെ ട്രഷറർ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുക ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പോൾ എനിക്ക് ക്യാബിനില്ല. അതായത് അതിൻ്റെ അർത്ഥം നീ ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ അങ്ങോട്ട് വരണ്ട. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്നും ചോദിച്ചില്ല. കാരണം ഒരു ക്യാബിൻ കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ബഹളം ഉണ്ടാക്കി എന്നുള്ളൊരു കഥയായിരിക്കും പുറത്ത് വരാൻ പോകണമെന്ന് എനിക്കറിയാം. ക്യാബിൻ കിട്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഡിസേർവിങ് ആയിട്ടുള്ളൊരു ക്യാബിനാണത്. അപ്പോൾ ഒരു സ്ത്രീകളുള്ളൊരു കമ്മിറ്റി, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തൊരു കമ്മിറ്റിയാണ് ഞങ്ങളുടെ. എന്നിട്ട് ആദ്യം ചെയ്തത് എന്താ, സ്ത്രീ ആയിട്ടുള്ള ജോയിൻറ്റ് സെക്രട്ടറിയുടെ ക്യാബിൻ അങ്ങ് നിഷേധിച്ച്. അത് ഞാൻ പുറത്ത് പറഞ്ഞില്ല ആ സമയത്ത്. ഓക്കെ പോട്ടെ, ഒറ്റയടിക്ക് പറഞ്ഞിട്ട് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാഞ്ഞതാണ്. ഞാൻ മെമ്പേഴ്സിനോട് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഈ ഒരു കാര്യം. ഈ ജനറൽ ബോഡിയിലാണ് മെമ്പേഴ്സ് പോലും അറിഞ്ഞത് ഇങ്ങനൊരു കാര്യം. ജോയിൻറ്റ് സെക്രട്ടറിക്കുള്ള ക്യാബിൻ മാറ്റിയിട്ട് അത് ട്രഷറർക്ക് കൊടുത്തു. എന്നെ അങ്ങനെ ഒരു ക്യാബിനിൽ ഇരുത്താൻ ഒരു ദിവസം പോലും എന്നെ ഇരുത്തിയിട്ടില്ല ക്യാബിനിൽ. അപ്പോൾ അത് ആദ്യമേ അപ്പോൾ അവർ പ്ലാൻ ചെയ്തു ഒരു ദിവസം പോലും ഇരുത്തരുത് ജോയിൻറ്റ് സെക്രട്ടറി എന്ന്. ചോദ്യം ചോദിക്കേണ്ട അങ്ങനെ ഒരാൾ ഇരുന്നിട്ട്, അതായിരിക്കും. അപ്പോൾ അത് വിട്ടു. പിന്നെ ഇങ്ങനെ ഓരോ ഗ്രാജുവലി ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഓരോന്നിന് ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല, ഉത്തരം മുട്ടുമ്പോൾ പരിഹാസം. അല്ല, ഒരു പക്ഷേ ഏകപക്ഷീയമായി അൻസിബ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങളില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അമ്മയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അൻസിബ യുനാനിമസ്ലി ഇലക്റ്റഡ് ആണ് എന്നുള്ളത് ബ്രേക്കിംഗ് വാർത്തയായിട്ട് പോകുന്നൊരു ഇൻസിഡൻറ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം അത് ആക്ച്വലി ഞെട്ടലായിരുന്നു. അതുണ്ടായിരുന്നു അങ്ങനൊരു ഈഗോ ക്ലാഷ് പ്രശ്നം? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം വർക്കിംഗ് കമ്മിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത് അമ്മയിൽ. ആ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അമ്മ ഷോക്ക് സ്റ്റേജിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കിറ്റാണെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ ഞാൻ ഇരിക്കാറുണ്ടായിരുന്നു. ഡബ്ബിങ് സമയത്ത് ഡബ്ബിങ്ങിന് ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സീനിയർ ആക്ടേഴ്സൊക്കെയാണ് ഡബ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ഡബ്ബിങ് ബൂത്തിലിരുന്നിട്ട് എനിക്ക് അയ്യോ സാർ ഇത് ശരിയായിട്ടില്ല, ഒന്നും കൂടെ റീടേക്ക് പോവാമോ നോക്കുമ്പോൾ അവർ ഒരു ഈഗോയും ഇല്ലാതെ ഓക്കെ പോവാം. അപ്പോൾ ഞാനും ആലോചിച്ചു കൊള്ളാമല്ലോ, ഞാൻ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ പറയണമെന്ന് അവർക്കറിയാം. കുറച്ചും കൂടെ ഡെപ്ത് വോയിസിൽ ഡബ് ചെയ്യാമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര ക്യൂരിയോസിറ്റിയും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു രസം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അത്യാവശ്യം വായിക്കുക എഴുതുകയൊക്കെ ചെയ്യണതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് തോന്നി. സ്റ്റേജിൻ്റെ മുകളിൽ സ്റ്റേജിൽ നിന്നിട്ട് പെർഫോം ചെയ്യുന്നതിനേക്കാളും രസമുണ്ട് ബാക്കിൽ വർക്ക് ചെയ്യാൻ. പ്രത്യേകിച്ച് നമുക്ക് അറിയുന്ന ആർട്ടിസ്റ്റുകളാണ് അവർ, നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിലുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും കാരണമാണ് സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ പിന്നീട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കണത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിച്ചപ്പോൾ അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഭാരവാഹിത്വത്തിലേക്ക് ഞാൻ കൊടുക്കണം. അപ്പോൾ ഞാൻ വൈസ് പ്രസിഡൻറ്റിന് നോമിനേഷൻ ഇട്ടു, ചുമ്മാ ഇട്ട നോമിനേഷനാണ്. വൈസ് പ്രസിഡൻറ്റിന് ഇട്ടു, ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഇട്ടു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറിന് ഇട്ടു. പക്ഷേ നമുക്ക് 17 പേരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായിട്ട് ഉണ്ടാവേണ്ടത്. അതിൽ തന്നെ 4 സ്ത്രീകൾ വേണം എന്നുള്ളത് കമ്പൽസറി. അപ്പോൾ 4 സീറ്റ് സംവരണമാണ്. സംവരണ സീറ്റിൽ നമുക്ക് മത്സരിക്കും. അപ്പോൾ സംവരണ സീറ്റിൽ ആകെ 4 പേരെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ മത്സരം ഇല്ല. അപ്പോൾ എനിക്ക് അടുത്ത ക്യൂരിയോസിറ്റി ഇതാണ്, സംവരണ സീറ്റിൽ ഞാൻ മത്സരിക്കൂല. എനിക്ക് സംവരണ സീറ്റിൽ എനിക്ക് ജയിക്കണ്ട, ഞാൻ സംവരണത്തിൽ വന്ന ആളാണെന്ന് പറയുമല്ലോ, എനിക്കത് വേണ്ട. ഞാൻ ഇപ്പുറത്ത് കോമൺ ആയിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നാൽ ജയിക്കുമോ, ഇതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ നോമിനേഷൻ കൊടുത്ത് സ്ക്രൂട്ടനിയും കഴിഞ്ഞപ്പം വൈസ് പ്രസിഡൻറ്റിൻ്റെ തള്ളിപ്പോയി. പിന്നെ ഉള്ളത് ജോയിൻറ്റ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ്. അത് ഞാൻ സംവരണം അല്ലാത്തതാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നോർമൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിച്ചാലും ജോയിൻറ്റ് സെക്രട്ടറി ആണെങ്കിലും കോമൺ കാറ്റഗറിയിലാണ് ഞാൻ മത്സരിക്കണം. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ജോയിൻറ്റ് സെക്രട്ടറിക്ക് മത്സരിച്ചു. അപ്പോൾ ഇതേ കമ്മിറ്റിയിൽ ഇപ്പോൾ ഉള്ള ആളുകൾ തന്നെയായിരുന്നു എനിക്ക് ഓപ്പോസിറ്റ് 12 പേര് ജോയിൻറ്റ് സെക്രട്ടറിക്ക് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിരുന്നത്. പക്ഷേ ഇവരെല്ലാവരും പിൻവലിച്ചു, 12 പേരും പിൻവലിച്ചു. അങ്ങനെയാണ് എനിക്ക് പിന്നെ എതിരില്ലാതെ ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയത്. പക്ഷേ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ കമ്മിറ്റിയൊക്കെ കയറിയതിന് ശേഷം എന്നെ ചില മെമ്പേഴ്സ് വിളിച്ചു. അപ്പോൾ ചില മെമ്പേഴ്സ് പറഞ്ഞാൽ എന്താ പറയുക, ആക്ടറായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല എഴുത്തുകാരായിട്ടുള്ള ആൾക്കാർ, ഡയറക്ടേഴ്സൊക്കെ നമ്മുടെ സംഘടനയിലുണ്ട്. സിനിമയിൽ അഭിനയിച്ച കുറേ മറ്റ് മേഖലയിൽ നിന്നുള്ള കലാകാരന്മാരുണ്ടല്ലോ.
അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനും കൂടെ ആയിട്ടുള്ള ഒരു സിനിമ താരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അൻസിബ എങ്ങനെ ജയിച്ചതെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സത്യമായിട്ട് എനിക്കറിയില്ല സാർ, എല്ലാവരും മാറി തന്നു. അപ്പോൾ പറഞ്ഞു, നമ്മളടുത്തൊക്കെ എല്ലാവരും വോട്ട് ചോദിച്ച് വിളിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മളെന്തായാലും അൻസിബയ്ക്ക് വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ അതാണല്ലേ, അതുകൊണ്ടാണല്ലേ മാറി തന്നത്. അങ്ങനെ അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെന്ന്. എനിക്കിപ്പോഴും അറിയില്ല, 12 പേരൊക്കെ മാറി തന്നു. അവരെല്ലാവരും എന്നിട്ട് മറ്റ് കാറ്റഗറിയിൽ മത്സരിക്കുകയും ചെയ്തു. എന്നിട്ടാണ് കമ്മിറ്റിയിൽ വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയത്. അല്ലാതെ ഇലക്ഷന് ചിലർ വന്നിട്ട് ഞാൻ ചില കമൻറ്റിലൊക്കെ കാണാറുണ്ട്, അൻസിബ കുറച്ച് പടം ചെയ്തിട്ടേ ഉള്ളൂ, പിന്നെ എങ്ങനെ അമ്മ പോലെ ഇത്രയും വലിയൊരു സംഘടനയിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയി, എന്തോ ദുരൂഹതയുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇവർക്ക് വട്ടാണോ? ഒരു സംഘടനയിൽ ഇലക്ഷൻ ഉണ്ടായി, ഇലക്ഷൻ നടത്തി അതിൽ ജയിച്ചാലേ നമുക്ക് അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ ആർക്കെങ്കിലും കൊണ്ടുപോയി അയാൾ ജോയിൻറ്റ് സെക്രട്ടറി എന്നും പറഞ്ഞ് ഇരുത്താൻ പറ്റൂല. ഇങ്ങനെയാണ് ജോയിൻറ്റ് സെക്രട്ടറി ആയത്. അൻസിബ ഇപ്പോൾ ലാസ്റ്റ് വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അടുത്ത സംഘടനയിൽ ഭാരവാഹിയിൽ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ല അൻസിബ ആ സ്റ്റേറ്റ്മെന്റിൽ ഉറപ്പാണ്. ഞാൻ ചോദിക്കുന്നത്, പുറത്തു നിന്ന് കാണുന്ന ആളുകൾ, ഇപ്പം ഞാൻ പോലും സംസാരിക്കുമ്പോൾ പോലും അൻസിബയോട് റെസ്പെക്റ്റ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം അതിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അൻസിബയുടെ ആ വഴി. പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് അൻസിബ സ്വാഭാവികമായിട്ടും അടുത്ത വർഷത്തിൽ അല്ലെങ്കിൽ അടുത്ത ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരുപാട് നമുക്ക് അൻസിബയും വരുന്നുണ്ടാവും. ഞാൻ പറയുന്നത് അവർക്കൊരു ജസ്റ്റിസ് കാണിക്കണ്ടേ? നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളോടാണല്ലോ നീതി പുലർത്തേണ്ടത്. അവരെ ഒരു സംഘടനയിൽ തലപ്പത്തിരിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് അത് വേണ്ട കാര്യമല്ലേ? അല്ല, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ശരിക്കും സംഘടനയിൽ സെക്രട്ടറി പദവിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സെക്രട്ടറി പദവിയിലിരിക്കുന്ന ആൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾ വേണം ഇരിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഒരു തർക്കം നടക്കുന്ന സമയത്ത്, അയ്യോ അന്ന് എനിക്ക് തർക്കപരിഹാരത്തിന് വരാൻ പറ്റില്ല, ഒരു ഇനോഗ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ആ ഇനോഗ്രേഷൻ്റെ ആവശ്യമില്ല. ഈ തർക്കപരിഹാരത്തിനായിരിക്കും പ്രയോറിറ്റി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ സെക്രട്ടറി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ തർക്കപരിഹാരവും ചെയ്യണം, ഇപ്പുറത്തൊരു ഇനോഗ്രേഷനും ഉണ്ട്. ആ ഇനോഗ്രേഷൻ ചെയ്താലേ എനിക്ക് എൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഇപ്പുറത്ത് ഇത് നടത്തണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെ ഇടയിൽ നിന്നിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്തായാലും ബുദ്ധിമുട്ടേണ്ടി വരും. അല്ല ഞാൻ പറയാണ്, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. എപ്പോഴും ഭാരവാഹിത്വത്തിലെ മെയിൻ പൊസിഷനിൽ വരുന്ന ആൾക്കാർ എപ്പോഴും ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാലുള്ളൊരു ഗുണം, എപ്പോഴും സംഘടനയ്ക്ക് വേണ്ടി കുറച്ചും കൂടെ സമയം മാറ്റിവെക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഒരു അധികാരസ്ഥാനം മോഹിച്ചിട്ടൊന്നുമില്ല ഇത് ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ അങ്ങനെ ഒരു നരേഷൻ പലരും തെറ്റിദ്ധരിക്കാനൊരു സാധ്യതയുണ്ട്. അപ്പം ഞാൻ അവിടെ നടന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും അവിടെയുള്ള മെമ്പേഴ്സ് അറിയണമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം തുറന്നു പറഞ്ഞത്. എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, അമ്മ സംഘടന വന്നിട്ട് 32 വർഷമായി. 32 വർഷത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ജനറൽ ബോഡിക്ക് മനസ്സിലായിട്ടുണ്ടാവുക EC മീറ്റിംഗ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, EC മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത്, എന്തൊക്കെയാണ് ECയിൽ പാസ്സാക്കാതെ പലരും ചെയ്യണത്, എന്തൊക്കെയാണ് അഴിമതിയൊക്കെ എങ്ങനെയാണ് നടക്കണത് എന്നുള്ളത്. അപ്പോൾ എന്നോട് പലരും പേഴ്സണലി വന്നത് പറഞ്ഞത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണല്ലേ, അപ്പോൾ അതെനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു സമാധാനം എനിക്കുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്കവിടെ പ്രസിഡൻ്റ് ആവാനോ വൈസ് പ്രസിഡൻ്റ് ആവാനോ സെക്രട്ടറിയോ എക്സിക്യൂട്ടീവ് മെമ്പർ ആവാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും കാരണം ആദ്യമായിട്ട് സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് വർക്ക് ചെയ്യാൻ, അതും പ്രത്യേകിച്ച് ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് വർക്ക് ചെയ്യാനും അവരെ വെച്ച് ഡബ് ചെയ്യിപ്പിക്കാനും അവർക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്നതിൽ കൂടെ ഇരിക്കാനും ഒക്കെ കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ത്രില്ല് എന്നൊക്കെ പറയാമല്ലോ, അതിൻ്റെ പുറത്ത് ആ എക്സൈറ്റ്മെൻറ്റിൽ ചെയ്തതാ. അടുത്തത് പിന്നെ ബാക്കി എല്ലാ മെമ്പേഴ്സുമായിട്ടും സഞ്ജീവിനി പദ്ധതി മുഖാന്തരം മരുന്നുകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പേഴ്സണലി വിളിക്കാൻ തുടങ്ങി എല്ലാവരും. അപ്പോൾ ചിലപ്പോൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വിളിക്കും തന്നെ. അപ്പോൾ ഇവർ ടൈമിൽ കൺസേൺ അല്ലേ, ഇവർ വിചാരിക്കണം നമ്മളെ മോളല്ലേ, ഏത് നേരത്ത് വിളിച്ചാലും എന്താ സങ്കടം പറയണം എന്താ, ചിലപ്പോൾ വീട്ടിൽ ആരുമില്ല, മക്കളൊക്കെ വിദേശത്താണ്, എനിക്ക് ഉറക്കം വരുന്നില്ല, അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ പെട്ടെന്ന് അയ്യോ മോളെ മുട്ടുവേദനിച്ചിട്ട് വയ്യ, ഞാനിപ്പോൾ എന്താ ചെയ്യുക. അപ്പം ഞാൻ ചിലപ്പോൾ ട്രാവലിങ്ങിലായിരിക്കും, ഷൂട്ടിലായിരിക്കും. അപ്പം ഞാൻ പറയും അയ്യോ ആൻറ്റി നമുക്കിപ്പോൾ ഞാൻ മെഡിസിൻ പഠിച്ചാളൊന്നുമില്ല. അപ്പോൾ ഞാൻ പക്ഷേ പെട്ടെന്ന് പറയും ഈ ചൂടുവെള്ളം തുണി പിഴിഞ്ഞിട്ട് വെച്ചാൽ മതിയാവുമോ, അപ്പം വേദന മാറുമോ? അത് ശരിയാണ്. എന്നുവെച്ചാൽ എന്നെക്കാളും അറിവുള്ള ആൾക്കാരാണ് ഈ, അതാണ്. അപ്പോൾ എന്നെ അറിയാത്ത ആൾക്കാർ പോലും വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവരുടെ അടുത്ത് ചിരിച്ചിട്ടുണ്ടാവുമായിരിക്കും. അല്ലാതെ ഞാൻ അവർക്ക് വേറൊന്നും കൊടുത്തിട്ടില്ല, അവർക്ക് എൻ്റെ അടുത്ത് നിന്ന് വേറൊന്നും വേണ്ട.
ഇതാണോ ഇവർ ഉന്നയിക്കുന്ന അജണ്ട അല്ലെങ്കിൽ ലോബി വെച്ച് അൻസിബ കളിക്കുന്നതെന്ന് പറയുന്നത്? എനിക്കറിയില്ല. അവിടെ നല്ല ആൾക്കാർ വരണം, കരുണയുള്ള ആൾക്കാർ വരണം, പക്ഷെ ആർജവമുള്ള ആൾക്കാരായിരിക്കണം. എന്തും തുറന്നു പറയാനുള്ളൊരു ഒരു മനസ്സുണ്ടാവണം. ഇപ്പം തന്നെ ഞാൻ പറയട്ടെ, പ്രധാനപ്പെട്ട യുവതാരങ്ങളൊന്നും വരാറില്ല അല്ലേ. അപ്പോൾ അവർ വരാത്തതിൻ്റെ ഒരു റീസൺ എന്താ? എനിക്ക് തോന്നിയൊരു റീസൺ എന്ന് പറയണത്, മാധ്യമങ്ങൾ ചോദിക്കണ പല ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരം കൊടുക്കാനില്ല അല്ലേ. ആ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള ഉത്തരം ഈ സംഘടനയിലുള്ള ഭാരവാഹികൾ, ഇതാണ് അതിൻ്റെ ഉത്തരം, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഉത്തരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ഫ്രീ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവേണ്ടത്. അല്ലാതെ അവിടെ വേറൊരു പ്രശ്നമില്ല. അവിടെ സ്മൂത്തായിട്ട് എല്ലാ സഞ്ജീവനിയാണെന്നുണ്ടെങ്കിലും കൈനീട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ പോകാനുള്ള ഫണ്ട്, വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് അവിടെ ഉണ്ട്. ഇനി ഫണ്ട് പുതിയത് വരാൻ വേണ്ടിയിട്ട് മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങി ആ ഒരു നിരയിൽ നിന്ന് ഏറ്റവും താഴെ നിര വരെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റിനും ഒരു ഇനോഗ്രേഷന് പോകുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് ഇല്ലേ, അങ്ങനെ കിട്ടുന്ന ആ ഒരു എമൗണ്ടിനേക്കാളും ഇത്രയും പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് എത്ര എമൗണ്ട് വരും? ആ എമൗണ്ട് വെച്ചിട്ട് പെൻഷൻ തുക കൂട്ടി കൊടുക്കാൻ ഈസി ആയിട്ട് പറ്റും. അതുപോലെ കുടുംബസംഗമം നടത്തുമ്പോൾ നമ്മൾ പ്രയോറിറ്റി സ്റ്റേജ് കിട്ടാത്ത ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കണം. അവർക്ക് ആ സ്റ്റേജ് അങ്ങ് വിട്ട് കൊടുക്കുക വേണ്ടത്. അവർക്ക് ഡാൻസ് കളിക്കണോ, പാട്ട് പാടണോ, മിമിക്രി ചെയ്യണോ, ചെയ്യട്ടെ, ഇത് കാണാൻ ഞങ്ങൾ റെഡിയാ. അത് കൊടുക്കുകയല്ലേ വേണ്ടത്. അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പെർഫോം ചെയ്യിക്കാനോ, അത് ആ ഷോ ഭംഗിയാക്കേണ്ടത് എല്ലാവർക്കും അവസരം കൊടുത്തിട്ട്, അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഷോ നടത്തിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് അവസരം കൊടുക്കാതെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം കയറ്റി നിർത്തിയിട്ട് എന്ത് നേടാനാ? അതൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും പോകാനുള്ള ഫണ്ട് അവിടെ ഉണ്ട്. നല്ലൊരു ആസ്ഥാന മന്ദിരമുണ്ട്, അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും പൃഥ്വിരാജ് ചേട്ടനാണെങ്കിലും ആസിഫ് ഖാൻ, ധ്യാൻ ചേട്ടൻ, ഇവരൊക്കെ അവർക്ക് കിട്ടുന്ന അവരുടെ സ്റ്റാർഡത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഹരി അമ്മയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഫ്രീ ആയിട്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ തയ്യാറുള്ള ആൾക്കാർ. ഇപ്പോൾ ചാക്കോച്ചനാണെങ്കിൽ എല്ലാവരും അവരൊക്കെ വരും. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ള അസോസിയേഷൻ, അല്ലാതെ ഒരു പ്രശ്നവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളല്ലാതെ ഈ പറഞ്ഞ പോലെ യുവതാരങ്ങളുടെ അടുത്ത് അമ്മയുടെ കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് അതാ ഞാൻ പറഞ്ഞ ആ ഉത്തരം കൊടുക്കണം. സ്വന്തം സംഘടനയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അവർക്കത് പറയാൻ മടിയാവുന്നത് കാരണം അതിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര പുറത്ത് പറയാൻ പറ്റുന്നതല്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് അവർക്ക് അതിനുള്ള ഉത്തരം ഭാരവാഹിത്വത്തിലിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് എല്ലാത്തിനുള്ള ഉത്തരം അവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അവരും വരും. എന്നിട്ട് പോലും പാവം അവർ വരുന്നുണ്ട്. നമ്മൾ ഷോ സംഘടിപ്പിക്കുമ്പോഴും ഒക്കെ അവർ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ ഭാഗത്ത് നിന്നുള്ളൊരു ചാരിറ്റി ഈ വെൽഫെയറിന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് അവരുടെ നന്മയല്ലേ. ആ നന്മ കണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ സ്ഥിരമായിട്ട് ഇവിടെ വരണം, ഇവിടെ വന്നിരിക്കണം, ഭാരവാഹിത്വത്തിൽ അവർ വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുവരിക വേണ്ടത്. ശരിക്കും ഈ ഉത്തരങ്ങൾ പറയാൻ സിമ്പിളല്ല. നമുക്ക് ഈസി ആയിട്ട് ഉത്തരങ്ങൾ പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ പൈതഗോറിയൻ തിയറി ഒക്കെ ചോദിച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചാൽ അത് ഓർമ്മയുണ്ടെങ്കിൽ അത് പറയാം. അല്ലാതെ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, അവിടെ നടന്ന കാര്യങ്ങൾക്ക് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ശരിക്കും സിമ്പിളല്ലേ. ഉത്തരം പറയാത്ത എന്തിനാ? ആ ഉത്തരം ഇവർക്ക് കൊടുത്താൽ മതി, എത്രേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 1:30-ക്കാണ് മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഒരു പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റിൽ അവരുടെ രാഷ്ട്രീയം ഇങ്ങനെയല്ല, അങ്ങനെയാണ്. ഞാൻ കുറേ കമൻറ്റ്സ് കേട്ടു. എന്നിട്ട് പറഞ്ഞിട്ട് അവസാനം പിക്ചർ അബീബി ബാക്കി മേരെ ദോസ്താണ് ഇട്ടേക്കുന്നത്. ഒരു വെല്ലുവിളിയുടെ സൂചനയാണ്. എന്തോ ഇനിയുണ്ട്, കഥ ഇനിയുണ്ട്, തീർന്നിട്ടില്ല. അറിയില്ല, ഉണ്ടാവുമായിരിക്കും. പറയാനുള്ളത് പറയട്ടെ, അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാൻ പറ്റും? നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സംഘടനയിലുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, നമ്മൾ ഒരുപാട് ക്യാമ്പുകളൊക്കെ നല്ലത് തന്നെയാണ് ക്യാമ്പുകൾ നടത്തുന്നത്. ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തി പരിശോധിക്കുന്ന ക്യാമ്പ് നടത്തിയിട്ടുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്ന ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അതൊക്കെ ചെയ്തത് നല്ല കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രയോറിറ്റി ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ് അല്ലേ. ഒരു കറയുണ്ടെങ്കിൽ ആ കറ അങ്ങ് തുടച്ച് കളയണം, അവിടെ വൃത്തിയാക്കണം. ആ വൃത്തി ആദ്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവണം. അതുപോലെ തന്നെ ഒരു കലാകാരന്മാരുടെ സംഘടന എന്ന് പറയുമ്പോൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ നടത്തുന്ന കുടുംബസംഗമത്തിൽ പോലും പലർക്കും അവസരം കിട്ടാതെ വരുന്നത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം കുറേ ഇതുവരെ സ്റ്റേജിൽ കയറാത്ത പല അമ്മമാരും തിരുവാതിര ഇതൊക്കെ കളിച്ചിട്ടുണ്ട്.
അതിൻ്റെ കൂട്ടത്തിൽ അപ്പോഴും അവസരം കിട്ടാത്ത ആൾക്കാർ ഇപ്പുറത്ത് കിടക്കുകയാണ്. അവരെ ഇൻക്ലൂഡ് ചെയ്യണം, അതല്ലേ ചെയ്യേണ്ടത്. സ്ഥിരമായിട്ട് സ്റ്റേജിൽ കയറുന്ന ആൾക്കാരെ കയറ്റണ്ട. അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ പാവം ഇത്രയും വർഷമായിട്ട് ഇവർ കയറിയിട്ടില്ല, അവർ കയറിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥിരമായി സ്റ്റേജിൽ കയറുന്ന ഒരാൾ പോലും പറയില്ല എനിക്ക് കയറണം, അവരെ കയറ്റണ്ടെന്ന്. അവരും പറയാം ആ കയറട്ടെ എന്നാണ്. അപ്പോൾ അതൊക്കെ അതൊരു മാനസികമായിട്ടുള്ളൊരു കലാകാരന്മാരുടെ സംഘടനയല്ലേ. അവരുടെ കലാപ്രകടനം നടത്താനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതിന് പ്രയോറിറ്റി വേണ്ടേ. പിന്നെ നമ്മൾ ചാരിറ്റി പറഞ്ഞ മാതിരി കൈനീട്ടം കൊടുക്കുന്നുണ്ട്, മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്കത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യണമെന്ന് പോലും ഇല്ല. അപ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെ ക്യാമ്പ് നടത്തണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. കാരണം പലരും പല സ്ഥലങ്ങളിലാണ്. അതിനുള്ള കൂപ്പണുകൾ അയച്ചു കൊടുത്താൽ മതി. അവരവരുടെ നാട്ടിൽ തന്നെ അടുത്തുള്ള ഏത് സ്ഥലത്ത് വെച്ചിട്ടാണോ പിന്നെ ഹോസ്പിറ്റലാണ് ഇത് ക്യാമ്പ് നടത്താൻ തയ്യാറായിട്ടുള്ള ആ ഹോസ്പിറ്റലിന് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് ഈ ടെസ്റ്റ് ചെയ്ത് വരാവുന്നതേ ഉള്ളൂ. അത് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ചാരിറ്റി എന്ന് പറയുന്നത് അതല്ലേ. ചാരിറ്റി നമുക്ക് അങ്ങനെ പബ്ലിക്കലി അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിറ്റുകൾ അയച്ചു കൊടുക്കുമ്പോൾ ചിലർക്ക് എത്തൂല, എന്നാലും മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും അതിന് എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിറ്റിനുള്ള പൈസ, ഇപ്പോൾ 10,000 രൂപയുടെ ഓണക്കിറ്റാണെങ്കിൽ ആ പൈസ വരെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മതി. ചിലപ്പോൾ ആ ഓണത്തിന് അവർക്ക് ഓണത്തിൻ്റെ കിറ്റായിരിക്കില്ല ആവശ്യം, ആ 10,000 രൂപയായിരിക്കും ആവശ്യം ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഓണക്കിറ്റ് വേണമെങ്കിൽ ഓണക്കിറ്റ് വാങ്ങിക്കാം, ഓണക്കോടി വേണമെങ്കിൽ ഓണക്കോടി വാങ്ങിക്കാം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്കെപ്പോഴും പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി വാങ്ങിക്കാം. ചിലപ്പോൾ ഫീസ് അടയ്ക്കാനായിരിക്കും ഉണ്ടാവുക അല്ലേ ഓണത്തിന്. അപ്പോൾ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ പച്ചക്കറി ചിലപ്പോൾ നമുക്ക് തോട്ടത്തിൽ കൃഷി ചെയ്താൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും, ചെറിയ പൈസ കൊടുത്താൽ വാങ്ങിക്കും. പക്ഷെ ആ 10,000 രൂപ ചിലപ്പോൾ മകൻ്റെ മകളുടെ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഫീസ് അടയ്ക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ആ ഓണത്തിന് ആ പൈസ ഇട്ട് കൊടുത്താൽ അവർ ഓണക്കോടി വാങ്ങിക്കുകയെ, ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയെ, അല്ല ഇനി ഫീസ് അടയ്ക്കണമെങ്കിൽ അതടയ്ക്കാം. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുന്നതിലാണ് കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇത് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി കുറേ വീഡിയോസ് എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം, അതിജീവിത ഉൾപ്പെടെ ഇവിടെ നിന്ന് പുറത്തുപോയ ആളുകളെ തിരികെ കൊണ്ടുവരണം, അതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ മറുഭാഗത്ത് മുൻ പ്രസിഡന്റ് പറയുന്നത് ഇനി വീണ്ടും ഭരണം പോകുന്നത് കള്ളന്മാരിലേക്കാണ് അല്ലെങ്കിൽ അവരിലേക്കാണ്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് മാച്ച് ആവുന്നത്? എനിക്കറിയില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്ത് നടക്കുന്നു എന്നുള്ളത് ഞാനും കാണാൻ ക്യൂരിയോസിറ്റിയിൽ വെയിറ്റിംഗ് ആണ്. അതിജീവിത ഉൾപ്പെടെയുള്ള ആളുകളെ വിളിക്കാനുള്ള എന്തെങ്കിലും ശ്രമം, ഒരു ഇനിഷ്യേറ്റീവ് അവിടുന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മുടെ കമ്മിറ്റി ഭരണത്തിലേറിയ ഉടനെ പ്രസിഡന്റ് എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് അതിജീവിതയെ ഉൾപ്പെടെ പോയ എല്ലാവരും തിരിച്ചു വിളിക്കുന്നതാണ്. അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മീറ്റിംഗ് അമ്മ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് കൂടിയ സമയത്ത് പ്രസിഡന്റ് തന്നെ പറഞ്ഞു ചില മെമ്പേഴ്സിന് അത് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടമല്ല എന്ന് അറിയിച്ചു. ഈസിയിലെ മെമ്പേഴ്സ് അല്ല, ചില നമ്മുടെ സംഘടനയിലുള്ള ചില മെമ്പേഴ്സ് പ്രസിഡന്റിനോട് പറഞ്ഞു എന്ന്, അവർക്ക് ചിലർക്ക് താല്പര്യമില്ല ഇവർ വരുന്നതിൽ എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു അതാരാന്ന് പറയണ്ടേ. എന്നാൽ എന്നെക്കാളും സീനിയറായിട്ട് ഉള്ള രാഷ്ട്രീയ ബോധമുള്ള, രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള, എഴുത്തുകാരായിട്ടുള്ള, ഫെമിനിസം പറയുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അവിടെ. ഒരാൾ പോലും ചോദിച്ചിട്ടില്ല, അവരാരും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ചോദിക്കണോ, കാരണം എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. ഓൾറെഡി ഞാൻ ഇത് ഓരോന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ജനറൽ ബോഡിയിൽ ചോദിക്കും. കാരണം അത് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എനിക്ക് കിട്ടൂല എന്ന് എനിക്കറിയാം. ആരുടെയെങ്കിലും പേര് പറയും. പക്ഷേ ജനറൽ ബോഡിയിൽ വെച്ചിട്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ട് പറയേണ്ടി വരും ആരാണ് ഈ കൂട്ടത്തിൽ ആരാണത് പറഞ്ഞത്. അത് ചോദിക്കാനുള്ള അവസരം എനിക്ക് ഈ തവണ കിട്ടിയില്ല. കാരണം ഞാൻ അതിൻ്റെ മുന്നേ രാജിവെച്ച് പോയി. പിന്നെ ഈ ജനറൽ ബോഡിയിൽ ഞാൻ കഷ്ടപ്പെട്ടാണ് എൻ്റെ കാര്യങ്ങൾ തന്നെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവസരം കണ്ടെത്തി സ്റ്റേജിൽ കയറിയത്, ഓടിക്കേറിയത്. അല്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്കൊരു കാര്യത്തിൽ ഉറപ്പാണ്, ഒരിക്കലും നമ്മുടെ മെമ്പേഴ്സ് അങ്ങനെ പറയുന്നു ഞാൻ വിശ്വസിക്കണില്ല. ഈസിയിലും ആരും തീരുമാനിച്ചിട്ടില്ല, പ്രസിഡന്റാണ് അങ്ങനെ പറഞ്ഞത്. ആദ്യം മെമ്പേഴ്സിനോട് മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഈസിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈസിയിലുള്ള ഈ പറഞ്ഞ ഇത്രയും രാഷ്ട്രീയ ബോധമുള്ള ഇത്രയും വലിയ ആൾക്കാരുണ്ടായിട്ട് ആരും ചോദിച്ചില്ല എന്നാൽ പിന്നെ ആരാണെന്ന്. അപ്പോൾ അതങ്ങനെ അങ്ങ് പോയി. അതിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് കൊടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ജനറൽ ബോഡിയിൽ ആരാ അങ്ങനെ, ഏത് മെമ്പർ അങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് എന്ന് എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ കാരണം അതിന് ഉത്തരം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ, കാരണം അതിൻ്റെ മുന്നേ എല്ലാവരും ഇറങ്ങി പോവുകയും ചെയ്തിട്ടോ.
ശരിയാ. എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു, കമ്മിറ്റിയിലുള്ള എല്ലാവരും രാജിവെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ സൈഡിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു, എനിക്കല്ല ഫ്രണ്ടിലില്ലായിരുന്നു. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ മീഡിയയിൽ ഞാൻ പറഞ്ഞു, അടുത്ത ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയോട് എനിക്കുള്ള റിക്വസ്റ്റ് അതാണ്, വിളിക്കണം, വരുന്നതും വരാത്തതും അവരുടെ ഇഷ്ടമാണ്, വിളിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് തന്നെയാണ് നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരും പ്രതീക്ഷിച്ചിരുന്നത്. ശ്വേതയിൽ നിന്നും അങ്ങനെയുള്ള വാക്കുകൾ വന്നപ്പോഴേക്കും ഇനിയാണ് അമ്മയായതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മളും പ്രതീക്ഷിച്ചിരുന്നു അങ്ങനൊരു മാറ്റമുണ്ടാകും, ചേഞ്ച് ഉണ്ടാകും. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ ശേഷമാണല്ലോ കഴിഞ്ഞ ഭരണസമിതി താഴേക്ക് പോകുന്നത്. അപ്പോൾ ഒരു പ്രകടമായ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് കരുതി 10 മാസം വെയിറ്റ് ചെയ്തു. പക്ഷേ കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെയാണ് പറഞ്ഞത്. ഇനി അങ്ങനൊരു മാറ്റം മനസ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അറിയില്ല. ഞാൻ എൻ്റെ പോസ്റ്റിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർജവമുള്ള കരുണയുള്ള പുതിയ യുവനിര വരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ വരുമ്പോൾ അവരങ്ങനെ ഒരു ഡിസിഷൻ എടുക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. നിലവിലെ അഡ്വോക്ക് കമ്മിറ്റിയിൽ എത്രമാത്രം വിശ്വാസമുണ്ട്? നിലവിലെ അഡ്വോക്ക് കമ്മിറ്റിയിൽ പിഷാരടി ചേട്ടനുണ്ട്, ഗണേഷ് ചേട്ടനുണ്ട്, കുറച്ച് പേരുണ്ട്. അപ്പോൾ അത് പക്ഷേ ഒരു 3-4 മാസത്തേക്കുള്ളതല്ലേ. അത് ഈ എലക്ഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട്, ആ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. എലക്ഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇവൻറ്റ് വെന്യൂ നിശ്ചയിക്കണം, അവിടെ എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടി ആ ട്രാവലിംഗ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം, പിന്നെ അഡ്വക്കേറ്റുമായിട്ട് ഇരുന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാൻ മാത്രമുള്ളൊരു കമ്മിറ്റിയാണ് അഡ്വോക്ക് കമ്മിറ്റി. ഗണേഷ് കുമാർ ഒരു കാര്യം കൂടെ പറയുന്നു, ഈ ബില്ലിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കണക്കിലെ പ്രശ്നങ്ങൾ കൂടി അഡ്വോക്ക് കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു മാച്ചിങ്ങിലേക്ക് കണക്കുകൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ അതെനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഞങ്ങൾക്ക് തന്നൊരു ഹാർഡ് കോപ്പി ഉണ്ട് കണക്കുകൾ കാണിച്ചിട്ട്, ചുമ്മാ ഒരു ലിസ്റ്റ് ഇട്ട പോലത്തെ ഒരു കണക്കാണത്. അതായത് കുടുംബസംഗമത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ പേരെഴുതിയിട്ട് അതിൻ്റെ നേരെ എമൗണ്ട് എഴുതുമല്ലോ, അങ്ങനെ ഒരു കണക്കാണത്. അല്ലാതെ കറക്റ്റ് കോളം വരച്ചിട്ട് എന്താണ് ഐറ്റം, എന്താണ് ഡെലിവറി ചെയ്തത്, എത്ര രൂപയാണ് കൊടുത്തത്, എത്ര രൂപയായിരുന്നു അഡ്വാൻസ് കൊടുത്തത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയുള്ള ഒരു റിപ്പോർട്ടായിരുന്നില്ല അത്. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹാർഡ് കോപ്പി ഇതാണെങ്കിലും അതിൻ്റെ സോഫ്റ്റ് കോപ്പി അതായത് അവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്ന സോഫ്റ്റ് കോപ്പി അവരുടെ കയ്യിൽ നിന്ന് തന്നെ പല മെമ്പേഴ്സിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോർന്നു പോയതാണോ എങ്ങനെ പോയതാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു സോഫ്റ്റ് കോപ്പി ഉണ്ട്. സോഫ്റ്റ് കോപ്പിയിൽ ഇതേ കണക്കിന് വ്യത്യാസമായിട്ടുള്ള എമൗണ്ടാണ് ഓരോ ഐറ്റത്തിനും ഇട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ കിട്ടിയ ഹാർഡ് കോപ്പിയിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റത്തിനിട്ട എമൗണ്ട് അല്ല സോഫ്റ്റ് കോപ്പിയിലുള്ളത്. അപ്പോൾ ഏകദേശമൊക്കെ എന്തോ മാച്ചാക്കിയിട്ട് കൊണ്ടുവന്ന പോലെയാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യണത്. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ? അപ്പോൾ അതിനൊരു 45 ദിവസം ചോദിച്ചു ഞങ്ങളൊന്നും കൂടെ ക്ലിയർ ചെയ്തിട്ട്. കാരണം കണക്ക് എപ്പോഴും ജനറൽ ബോഡിയിൽ കണക്ക് അവതരിപ്പിക്കുന്ന വാർഷിക റിപ്പോർട്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കമ്മിറ്റി താഴെ വീഴും. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല? ഇല്ല, ഇതുവരെ എല്ലാവരും പാസ്സാക്കിയിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി താഴെ വീഴും. പക്ഷേ അത് മാത്രമല്ല, സാധാരണ വാർഷിക റിപ്പോർട്ട് 21 ദിവസം മുന്നെങ്കിലും കിട്ടണം എന്നുണ്ട്. അപ്പോൾ വാർഷിക റിപ്പോർട്ട് എല്ലാവർക്കും കിട്ടാറുണ്ട്. ഇത്തവണ വാർഷിക റിപ്പോർട്ട് കിട്ടിയത് ജനറൽ ബോഡിയുടെ അന്നാണ്. അപ്പോൾ അതിന് പറയുന്ന ന്യായം ട്രഷറർ ഇല്ലായിരുന്നു എന്നാണ്. പക്ഷേ ട്രഷററെ നിർബന്ധിത ലീവിൽ വിട്ടത് ഇവർ തന്നെയാണ്. അപ്പോൾ ഒരു ജനറൽ ബോഡി വരാനിരിക്കെ ട്രഷറർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ചെയ്യേണ്ട ജോലി ചെയ്യിപ്പിക്കണമായിരുന്നു. എന്നിട്ട് ജനറൽ ബോഡിയിൽ അദ്ദേഹത്തിനുള്ള ആരോപണം എന്താണെന്ന് നോക്കിയിട്ട് അതിനുള്ള നമ്മുടെ ബൈലോ അനുശാസിക്കുന്ന പണിഷ്മെൻ്റ് എന്താണോ അത് ചെയ്യായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ വെറും 2 മാസം ഇരിക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞു ട്രഷററെ. എന്നിട്ട് ഇവരെല്ലാം ആരൊക്കെ ഉണ്ടാക്കി ആരൊക്കെ ചെയ്ത കണക്കാന്ന് അറിഞ്ഞൂടാ. നമുക്ക് തന്ന ഹാർഡ് കോപ്പി ആ പ്രിൻറ്റിൽ പ്രസിഡന്റ് ഒപ്പിട്ടിട്ടില്ല, സെക്രട്ടറി ഒപ്പിട്ടിട്ടില്ല, ആരും ഒപ്പിട്ടിട്ടില്ല. അങ്ങനെ ഒരു കണക്ക് നമ്മളെങ്ങനെ സ്വീകരിക്കുക? ഞാനത് ഇന്നലെ എടുത്ത് നോക്കിയപ്പോൾ ഒപ്പില്ല ആരുടെ. എനിക്കറിഞ്ഞൂടാ. അപ്പോൾ പക്ഷെ ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിനുള്ള ന്യായങ്ങൾ ഇങ്ങനെയാണ് പറയണത്, ട്രഷററില്ലായിരുന്നു പക്ഷെ ബാക്കിയുള്ളവർക്ക് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെയോ പറയണുണ്ട് അതിൻ്റെ ന്യായങ്ങൾ. എനിക്കറിയില്ല, എല്ലാ നിയമവശങ്ങളൊന്നും എനിക്ക് അറിയൊന്നുമില്ല.
പക്ഷെ കണക്കിൽ കൃത്യത ഇല്ലായിരുന്നു എന്ന് നമ്മുടെ ചില മെമ്പേഴ്സ് തന്നെ സ്റ്റേജിൽ കയറി പറഞ്ഞു. ഇത് ശരിയാണ് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞ് ആരും മോശക്കാരാക്കണില്ല. ഞങ്ങൾ ചോദിക്കണത് ഇതിൽ ഒരു ക്ലാരിറ്റി തന്നാൽ ഞങ്ങളിത് പാസ്സാക്കാം, അത്രയേ ഉള്ളൂ. ലക്ഷ്മിപ്രിയായിട്ടുള്ള പ്രശ്നം, പോലീസ് കേസുമായിട്ട് അൻസിബ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് ഓഫീസേഴ്സ് പറയുന്നു ഇത് കേസ് എടുക്കാൻ കഴിയില്ല, കഴമ്പില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നിന്നൊരു തിരിച്ചടി കിട്ടുമ്പോൾ അൻസിബയുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് അറിയാൻ കൊള്ളാവുന്നുണ്ട്. കാരണം ഓഡിയൻസ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജനങ്ങൾ നോക്കുമ്പോഴേക്കും കിട്ടേണ്ട നീതിയാണ്, പക്ഷെ പോലീസ് അത് കേസ് എടുക്കാൻ തയ്യാറാകുന്നില്ല, അതൊരു ആഭ്യന്തര വിഷയമാണ്, അതൊരു ഹിയർസേ ആണ് എന്ന് പറയുമ്പോഴേക്കും വോട്ട് ചെയ്യും. അത് ഹിയർസേ അല്ല, അത് എനിക്കെതിരെ ഒരു തെളിവും ഇല്ലാത്ത ഒറ്റ നോട്ടത്തിൽ വ്യാജമെന്ന് തോന്നുന്നൊരു പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. FIR പോലും ഇടാത്ത, കാരണം FIR ഇടാൻ പറ്റൂല, ഒന്നുമില്ലാത്തൊരു പരാതി. അങ്ങനെയുള്ളൊരു പരാതിയുടെ പുറത്ത് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് എന്നെ വിളിച്ചു വരുത്തി ഒരു 3 മണിക്കൂർ ഹരാസ് ചെയ്തത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഞാൻ അവിടെ ഒരു 10:30 കൂടി എത്തി, 11 മണി വരെ വെയിറ്റ് ചെയ്തു. 11 മണിക്ക് SIയുടെ ക്യാബിനിൽ കയറുന്നു. 11:30 പരാതിക്കാരി വരുന്നു. പിന്നെ പരാതിക്കാരിയും SIയും പരാതിക്കാരിയുടെ ഭർത്താവ് ഫോണിലൂടെയൊക്കെ വിളിച്ച് ഇൻട്രോഗേഷനാണ്. ഇതെല്ലാം കഴിഞ്ഞ് തളർന്ന് ഞാൻ പുറത്തിറങ്ങി, ഖേദപ്രകടനം എഴുതി ഒപ്പിടിപ്പിച്ചു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു മാധ്യമ സുഹൃത്തിനെയും കൂട്ടിയേ പോയത്. അദ്ദേഹം പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കണ്ണ് നിറയണുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പറ്റണില്ല. എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ കാറിൽ കയറി, കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ണ് ഇങ്ങനെ ടിയർ ഡ്രോപ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ സത്യം പറഞ്ഞാൽ വിഷമം വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അവിടെ ഇങ്ങനെ നടന്നു എന്നിങ്ങനെ പറയുമല്ലോ, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക. അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ടിനെയും കൂടെ വിളിച്ചു. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് ഇതിങ്ങനെ പറഞ്ഞ് തിരിച്ച് കാക്കനാടാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെയും കൂടെ വിളിച്ചു, ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് ആ സുഹൃത്തും കൂടെ വന്നു. അങ്ങനെ ഈ 2 മാധ്യമ സുഹൃത്തുക്കളും കൂടെ എൻ്റെ കൂടെ വന്ന് വനിതാ സെല്ലിൽ വന്നിട്ട് SIയെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം പുറത്തിരുന്നു. എന്നിട്ട് ഇവർ SIയോട് സംസാരിച്ചു. SIയോട് പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ഏകപക്ഷീയമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇത്രയും നടന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും ഇനി മാധ്യമങ്ങളിൽ അറിയിക്കാം. ഈ ഖേദപ്രകടനം നടത്തിയതിൻ്റെ ഫോട്ടോ പരാതിക്കാരിക്ക് ഫോട്ടോ എടുക്കാനും സമ്മതിച്ചു. അപ്പോൾ എനിക്ക് പേടിയാവണുണ്ട്, ഇനി എന്തെങ്കിലും എഴുതി ചേർക്കുമോ എന്നുള്ള പേടി എനിക്ക് അപ്പോഴേ ഉണ്ട്. ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തില്ല. ഞാൻ പറഞ്ഞു എനിക്കും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ഇതിലെന്തൊക്കെ എഴുതി ചേർക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ, കാരണം ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ്. ഒരു പബ്ലിക് ഡയറിയിലാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവർ ചോദിച്ചപ്പോഴേക്കും അവസാനം മാധ്യമങ്ങളിൽ അറിയിക്കും എന്ന് പറഞ്ഞപ്പോൾ SI പറഞ്ഞു അൻസിബ വന്ന് ഫോട്ടോ എടുത്തോട്ടെ. അങ്ങനെ ഞാൻ അകത്ത് ചെന്നു, മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ അടിയിലെ ലൈൻ വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഞാൻ പറഞ്ഞ ഖേദം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഒരു മെസ്സേജ് ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ അയച്ച മെസ്സേജും അല്ല, മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പാണ്. ഇതിനാൽ പരിഹരിച്ചിരിക്കുന്നു എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് SI എഴുതിയിട്ടുണ്ട്. അത് ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ആ കുത്ത് ഇച്ചിരി വലിയ കുത്തായിരിക്കും. ഒറ്റ ഫുൾ സ്റ്റോപ്പല്ലേ നമ്മൾ ഇടുള്ളൂ, അതിനൊരു വലിയ കുത്തുണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള കുത്ത് ചെറുതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത 2 ലൈൻ എഴുതി ചേർത്തിട്ടുണ്ട് SI. ഇതിന്മേൽ പരാതിക്കാരിയുടെ ഭർത്താവിന് ഇതിൻ്റെ ഒരു കോപ്പി മൊബൈൽ ഫോണിൽ വാട്സപ്പ് മുഖാന്തരം അയച്ചു നൽകിയിട്ടുണ്ട്. ഈ 2 വരി ഞാൻ ഒപ്പിടുന്ന വരെ ഇല്ലായിരുന്നു. അത് ഞാനിട്ട്, അതായത് ഖേദം പ്രകടിപ്പിക്കുന്നു, പരാതി ഇതിനാൽ പരിഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പറഞ്ഞിട്ടുള്ള ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഈ 2 വരി എഴുതി ചേർത്തിരിക്കുന്നത്. ഈ എഴുതി ചേർത്ത 2 വരി തന്നെ ലാസ്റ്റ് വരി അതായത് ഏറ്റവും അടിയിൽ SIയുടെ ഒപ്പും റൈറ്റ് സൈഡിൽ എൻ്റെയും പരാതിക്കാരുടെ ഒപ്പാണ്. SIയുടെ ഒപ്പിൻ്റെ മേലെ കൂടെയാണ് ഈ റൈറ്റിംഗ് പോയിരിക്കുന്നത്. ഒരിക്കലും ഒരു കാര്യത്തിലും നമ്മൾ ഒപ്പിടുമ്പോൾ ഒപ്പിൻ്റെ മേലെ കൂടെ ഒരക്ഷരം പോലും പോകാൻ പാടില്ലല്ലോ. കൃത്യമായിട്ട് അതെൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ കൃത്യമായിട്ട് ഈ ഒപ്പിൻ്റെ മേലെ കൂടെ ഈ SI എഴുതിയ വാക്കുകൾ പോയിട്ടുണ്ട്, അക്ഷരം പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് എഴുതി ചേർത്താണല്ലോ, ഞാൻ ഒപ്പിട്ട് കൊടുത്തപ്പോൾ ഇതില്ല. അപ്പം ഞാൻ വക്കീലുമായിട്ടൊക്കെ സംസാരിച്ചു. ഞാൻ ആ അമ്മയിൽ നിന്ന് ഞാൻ രാജിവെച്ചു. കാരണം ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ മാനസിക പീഡനം, ഭയങ്കര ഹറാസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിത് സ്ക്രീൻഷോട്ട്, അതായത് ഫോട്ടോ എനിക്ക് കിട്ടിയത് 3:10 കണ്ട. രാവിലെ ഞാൻ 10:30 പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് ഞാൻ
അതായത് ഒരു 2:30 എങ്ങാണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. എനിക്ക് ഖേദപ്രകടനം നടത്തിയ പേപ്പർ തരൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി കരഞ്ഞ് കാക്കനാടെത്തി. കാക്കനാട് ഞാൻ വണ്ടി നിർത്തി, പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല. എൻ്റെ മറ്റൊരു സുഹൃത്തും കൂടെ വണ്ടിയിൽ കയറി ഞങ്ങൾ തിരിച്ച് അങ്ങനെ തന്നെ തൃപ്പൂണിത്തറ വനിതാ സെല്ലിൽ പോയി. ഇവർ സംസാരിച്ചു. നേരെ ഈ SI എന്നെക്കൊണ്ട് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു. അപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ 3:10 എങ്ങാണ്ടാണ് സമയം. ശരിക്കും നോക്കുകയാണെങ്കിൽ എൻ്റെ മണിക്കൂറുകൾ ഞാൻ സ്പെൻഡ് ചെയ്തത് കൂടുതലാണ്. 3 മണിക്കൂറും അല്ല. അപ്പോൾ 10:30 വന്നിട്ട് 3:10 ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നല്ലോ ഞാൻ. അപ്പോൾ എത്ര മണിക്കൂറായി ശരിക്കും? അപ്പോൾ അതിനുള്ള തെളിവ് എന്താണെന്ന് വെച്ചാൽ ഐഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഡേറ്റും ടൈമും ഐഫോണിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആ ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിൽ കാണൂലേ ഡേറ്റും ടൈമും. എൻ്റെ ഫോണിലതുണ്ട്. ആ ഡേറ്റും ഉണ്ട്, ആ ടൈമും ഉണ്ട് ആ ഫോണിൽ തന്നെ. ഇതിൽ കൂടുതൽ വേറെ എന്ത് തെളിവാ? ഇത്രയും മണിക്കൂർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതിന് കൊടുക്കേണ്ടത്. അവിടെയാണ് കോമഡി. അങ്ങനെ ഞാനിത് എന്നെ ഒരു നോട്ടീസ് പോലും ഇല്ല. അതായത് ശരിക്കും ഇന്ത്യൻ നിയമപ്രകാരം നോട്ടീസ് ഇല്ലാതെ പോലീസുകാർക്ക് നമ്മളെ സ്റ്റേഷനിൽ വിളിച്ച് വരുത്താനോ അവിടെ ഇരുത്തി മൊഴിയെടുക്കാനോ നമ്മളെ ഇൻട്രോഗേറ്റ് ചെയ്യാനോ ഒന്നും പറ്റൂല. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നണത് ഇത് അധികം ആൾക്കാർക്കും അറിയലുണ്ടാവില്ല. എനിക്ക് ഇപ്പോൾ ഉള്ളൊരു അപേക്ഷ എന്താണെന്നറിയോ? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കാണുകയാണെങ്കിൽ ദയവായിട്ട് ഇതൊന്ന് പരിഗണനയിൽ എടുക്കണം. നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം, ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ലെഫ്റ്റ് സൈഡിലൂടെ വണ്ടി പോവുള്ളൂ, ഇന്ത്യയിൽ ഇന്ത്യൻ നിയമപ്രകാരം ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള കുറേ റൂൾസൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് പോലീസ് സ്റ്റേഷനും പോലീസുകാരൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമവശങ്ങൾ, ബേസിക് ആയിട്ടുള്ള നിയമവശങ്ങൾ കൂടെ ചെറിയ ക്ലാസ് മുതൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ആ കുട്ടികൾക്ക് അതിനുള്ളൊരു ബോധം വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിനെ നേരിടാനുള്ള ശക്തി ഉണ്ടാവും. അങ്ങനെ ഒരു ക്ലാസ്, പ്രത്യേകിച്ച് 100% ലിറ്ററസി ഉള്ള നാടാണ്. അവിടെ നമ്മളിനി കുട്ടികൾക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള നിയമവശങ്ങൾ കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് ലോ പഠിക്കണം എന്നൊന്നും ഇല്ലല്ലോ. അതായത് LLBക്ക് പോയിട്ടേ ഇത് പഠിക്കാൻ പാടുള്ളൂ എന്നില്ലല്ലോ. ഇത് പഠിപ്പിക്കണം. ഇപ്പോൾ ബേസിക്കായിട്ട് നമുക്കിപ്പോൾ താഴെ വീണ് കഴിഞ്ഞാൽ, തലചുറ്റി വീണ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബെഞ്ചിലോ ഡെസ്കിലോ കൊണ്ടുപോയി കിടത്തുന്നു. കാറ്റോട്ടുള്ള സ്ഥലത്ത് കിടത്തണം, ആളുകൾ ചുറ്റും കൂടി നിൽക്കരുത് എന്നൊക്കെ നമ്മുടെ പുസ്തകത്തിലില്ല, നമ്മൾ പഠിച്ച പുസ്തകത്തിലുണ്ടായിരുന്നു. അതേപോലെ പോലീസ് സ്റ്റേഷനിൽ നമ്മളെ ഒരു കാര്യം പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ നോട്ടീസ് ഇല്ലാതെ പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളും കൂടെ ചെറിയ ക്ലാസ് തൊട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നൊരു അപേക്ഷയുണ്ട്. കാരണം എനിക്കിത് അറിയില്ല, ഞാൻ അങ്ങനെ പോയി പെട്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിന് ശേഷം കുറേ പേർക്ക് കുറച്ചും കൂടെ ഇതിനെ പറ്റിയിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ നോട്ടീസ് കിട്ടാതെ അൻസിബ സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഇത് അറിയുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളുണ്ടായി. അതിന് ശേഷം ഞാൻ റെസിഗ്നേഷനൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോയി. ഞാൻ DGPക്ക്, ആഭ്യന്തരമന്ത്രിക്ക് ഒക്കെ പരാതി അയച്ചു, മുഖ്യമന്ത്രിക്ക്. അങ്ങനെയാണ് ഇത് തൃക്കാക്കര ACP ഓഫീസിലേക്ക് തന്നെ വിളിപ്പിക്കുന്നത്, ഇത് അന്വേഷിക്കാൻ. ഞാൻ ചെന്നു, എൻ്റെ മൊഴി കൊടുത്തു. എനിക്ക് അവിടെ തൃപ്പൂണിത്തറ വനിതാ സെല്ലിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള മാനസിക പീഡനങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഒരുപാട് എഴുതാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു ഒപ്പിച്ചു. അതൊക്കെയാണ് എഴുതിയത്. അപ്പോൾ അതിൽ ഞാൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഖേദപ്രകടനം നടത്തി എന്നെക്കൊണ്ട് ഒപ്പിടിപ്പിച്ച ആ പേപ്പർ ഞാൻ രണ്ടാമത് പോയി വാങ്ങിച്ചപ്പോൾ 2 വരി SI രേഷ്മ മാഡം എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും എനിക്ക് പരാതിയുണ്ട്, അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ മൊഴിയെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം എനിക്കെതിരെ വനിതാ സെല്ലിൽ വ്യാജ പരാതി കൊടുത്ത ആ വ്യക്തി വന്നിട്ട് ആ വ്യക്തിയുടെ മൊഴി കൊടുക്കാൻ പോയി. മൊഴി കൊടുക്കാൻ വേണ്ടി ACP ഓഫീസിൽ കയറുന്നതിൻ്റെ മുന്നേ ഇവർ മാധ്യമങ്ങളോട് സംസാരിച്ച വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എൻ്റെ കയ്യിൽ 1 മണിക്കൂർ 17 മിനിറ്റ് എത്രയോ സെക്കൻഡുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന്. അപ്പോൾ തന്നെ ആലോചിച്ചുകൂടാ, അവരുടെ കയ്യിൽ മാത്രം ആ ഡിജിറ്റൽ തെളിവുകളുണ്ടെങ്കിൽ അവർ പ്ലാൻ ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുകയോ ഷൂട്ട് ചെയ്യുകയോ എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. കാരണം ഞാൻ ഇതൊന്നും അറിയാതെയാണല്ലോ അവിടെ ഇരിക്കണേ. ഇത്രയും ഉണ്ട്. ഇത് പുറത്ത് അത് പറഞ്ഞു. ഈ തെളിവുകളൊക്കെ കേരള സമൂഹം കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇനിയും കേരള സമൂഹം എങ്ങനെയാണ് ആ കുട്ടിയെ കാണാൻ പോകുന്നതെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചും നാണം കെടുത്തുന്ന തരത്തിൽ സംസാരിക്കുക വരെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അത് എന്നോട് എത്രയോ പേര് തയ്ച്ചിട്ട് ചോദിച്ചു, അതെന്താണ് അങ്ങനെ പറയണത്? ഞാൻ പറഞ്ഞത്, ഞാനിപ്പോഴും പറയണത്, ഞാൻ അവിടെ 10:30 മുതൽ 3:10 വരെ ഉണ്ടായ CCTV ഫൂട്ടേജ് ഉണ്ടെങ്കിൽ എല്ലാം വിടട്ടെ എന്നാണ്. അപ്പോൾ അവിടെ CCTV ഇല്ല. അപ്പം ഞാൻ പറയണത്, ധൈര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 1 മണിക്കൂർ 17 മിനിറ്റ് എത്രയോ സെക്കൻഡുള്ള ഡിജിറ്റൽ തെളിവ് പുറത്ത് വിടട്ടെ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കയറിയ ആളാണ് ഈ പരാതിക്കാരി. റിപ്പോർട്ട് വന്നപ്പോൾ
റിപ്പോർട്ട് വന്നു, പോലീസ് റിപ്പോർട്ട് വന്നപ്പോൾ ഈ റിപ്പോർട്ട് ഞാൻ ആദ്യം കാണുന്നത് മാധ്യമങ്ങളിലാണ്. അൻസിബയുടെ പരാതിയിലും കഴമ്പില്ല, മറ്റേ വ്യക്തിയുടെ പരാതിയിലും കഴമ്പില്ല എന്ന്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് വന്ന ചോദ്യം അതാണ്, എൻ്റെ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞു, ഓക്കെ, ആദ്യത്തെ വ്യക്തിയുടെ പരാതിയിലും കഴമ്പില്ല എന്ന് പറഞ്ഞു. കഴമ്പില്ലാത്തൊരു പരാതിയുടെ പുറത്ത് നോട്ടീസ് ഇല്ലാതെ എന്നെ വനിതാ സെല്ലിലേക്ക് വിളിച്ചു വരുത്താനുള്ള അവകാശം പോലീസുകാർക്കുണ്ടോ? അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്യിക്കാനുള്ള അവകാശം പോലീസുകാർക്കുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം തരണ്ടേ? ഈ റിപ്പോർട്ട് വന്ന് 10ാമത്തെ മിനിറ്റിൽ ഈ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ ആൾ പ്രസ് മീറ്റ് വിളിക്കുകയാണ്. പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയണത് ആ കുട്ടിക്കെതിരെയുള്ള ഡിജിറ്റൽ തെളിവ് എത്ര 20 മിനിറ്റോ അരമണിക്കൂർ എങ്ങാണ്ട് പറയുന്നുണ്ട്. ഒറ്റയടിക്കാണ് 1 മണിക്കൂർ 17 മിനിറ്റ് എത്രയോ സെക്കൻഡുള്ള ഡിജിറ്റൽ തെളിവ് 20-30 മിനിറ്റ് ആവണത്. ഞാൻ അത്ഭുതപ്പെട്ടു, ഇതെന്താ അങ്ങനെ പറയണത്? അപ്പോൾ ഇതിൻ്റെ മുന്നേ മൊഴി കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞത് 1 മണിക്കൂർ 17 മിനിറ്റ് എത്രയോ സെക്കൻഡാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. റിപ്പോർട്ട് അപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചാൽ റിപ്പോർട്ട് എനിക്ക് കിട്ടാത്തത്, പരാതി കൊടുത്ത് എനിക്ക് കിട്ടണ്ടേ. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ 2 ദിവസമല്ല 3-4 ദിവസമൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ഞാൻ ഈ റിപ്പോർട്ട് എനിക്ക് എങ്ങനെയായിട്ടും കിട്ടണില്ല. അങ്ങനെ അഡ്വക്കേറ്റിന് കിട്ടി. അഡ്വക്കേറ്റ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയും കോടതിയിൽ നിന്ന് കിട്ടി. പക്ഷെ എനിക്ക് പേഴ്സണലി എപ്പോഴും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ACP ഓഫീസിൽ വിളിച്ച് ACPയുടെ നമ്പർ വാങ്ങിച്ച് ACPക്ക് വാട്സപ്പിൽ ഞാൻ റിക്വസ്റ്റ് എഴുതിയിട്ട് അയച്ചു. ഞാൻ ഇന്ന ദിവസം മൊഴി തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ആ മൊഴിയുടെ പകർപ്പും വേണം, മൊഴിയുടെ പകർപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം റിപ്പോർട്ട് എനിക്ക് ഈ എൻ്റെ വക്കീൽ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ മൊഴിയുടെ പകർപ്പ് ഞാൻ വാങ്ങിച്ചു വെച്ചു. റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? അൻസിബ ഇത്തരത്തിൽ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് മാനസിക പീഡനം നേരിട്ടിട്ടില്ല, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ, പോലീസ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും അടിയിൽ എഴുതിയിരിക്കുന്നത് ഓരോന്നിനും ഇങ്ങനെ അക്കൗട്ട് അൻസിബ പറഞ്ഞത് കാര്യമില്ലാത്ത കാര്യമാണ്, അൻസിബയ്ക്ക് മാനസിക പീഡനം വന്നിട്ടില്ല, അൻസിബ ആകെ 25-30 മിനിറ്റ് എന്താണ് അതിൽ മെൻഷൻ ചെയ്യുക. അതായത് ഈ പരാതിക്കാരി പ്രസ് മീറ്റിൽ പറഞ്ഞ അതേ സമയമാണ് ഈ പോലീസ് റിപ്പോർട്ടിലുള്ളത്. ഈ പരാതിക്കാരി എന്നെ മൊഴി കൊടുക്കാൻ പോയപ്പോൾ അതിൻ്റെ മുന്നേ പറഞ്ഞത് 1 മണിക്കൂർ 17 മിനിറ്റ് ഉണ്ടെന്നാണ്. അപ്പോൾ അവർക്ക് റിപ്പോർട്ടും കിട്ടി, റിപ്പോർട്ടിലുള്ള ടൈമാണ് പിന്നെ അവർ പറയണത് ഇത്ര ടൈമേ ആ കുട്ടി അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിൽ എഴുതിയ ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ മണ്ടത്തരം എന്ന് പറയാം, വനിതാ സെല്ലിലെ SI രേഷ്മ 2 വരി എക്സ്ട്രാ എഴുതി ചേർത്തു എന്ന് പരാതിക്കാരി പറയുന്നതിൽ കഴമ്പില്ല. കാരണം മൊഴി കൊടുത്തപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഞാൻ അതുകൊണ്ടാണ് ACPക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ മൊഴി വാങ്ങിച്ചത്. എൻ്റെ മൊഴിയിൽ ഞാൻ കൃത്യമായിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊഴിയിൽ ഞാൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തൊരു കാര്യം റിപ്പോർട്ടിൽ അൻസിബ ഇങ്ങനൊരു കാര്യം ACPക്ക് മൊഴി കൊടുത്തപ്പോൾ കൊടുത്തില്ല, പറഞ്ഞില്ല എന്ന് എങ്ങനെയാണ് റിപ്പോർട്ട് എഴുതാൻ പറ്റണത്? അത് ചോദ്യം ചെയ്ത് ഇപ്പം എൻ്റെ വക്കീൽ കോടതിയിൽ അതെന്തായാലും ചോദ്യം ചെയ്തിട്ട് അതിൻ്റെ ഒരു വാദം ഉണ്ടാവും. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനൊരു കാര്യത്തിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓരോരുത്തരുടെ അവസ്ഥ എന്തായിരിക്കും? ഭയം തോന്നും. അപ്പം എനിക്കൊരുപാട് കേസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിട്ടൊന്നുമല്ല ഞാനിത് ചെയ്യണത്. ഞാൻ എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പുറകെ നടക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഒരു കരുണ കാണിച്ചൂടെ? ഈ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത നിരവധി സ്ത്രീകളുണ്ട്. അവർക്കൊന്നും അൻസിബയെ പോലെ തുറന്ന് പറയാനോ പ്രതികരിക്കാനോ ഒന്നും പറ്റാതെ നിൽക്കുന്ന സാഹചര്യം 2026 കേരളത്തിലും ഉണ്ട്. ആ സാഹചര്യത്തിലാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് അൻസിബയുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം എനിക്കെതിരെ ഒരു അനീതി വന്നാൽ ഞാനത് ചോദ്യം ചെയ്യും. അത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നും കഴമ്പില്ല എന്ന് പറഞ്ഞാലും ഞാനത് മാധ്യമങ്ങളോട് വരും, മാധ്യമങ്ങളോട് വന്ന് സംസാരിച്ചാലും ഞാനത് എൻ്റെ യോഗത്തിൽ വന്ന് സംസാരിക്കും, ആളുകളോട് സംസാരിക്കും. ഒരു യാത്രയാണ് അൻസിബ. ഞാൻ പറയുന്നത് അത് കണക്ട് ചെയ്യുന്നത് ദൃശ്യം 3 റിലീസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആളുകളിലേക്ക് അൻസിബ ഇറങ്ങുന്നതും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതൊക്കെ. കരിയറിൽ ഏറ്റവും പീക്ക് സിനിമയായിട്ടാണ് ദൃശ്യം 3. അതിൻ്റെ പ്രൊമോഷന് പങ്കെടുക്കാനോ മര്യാദയ്ക്ക് അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യാനോ എനിക്ക് ഈ നിമിഷം വരെ പറ്റിയിട്ടില്ല. സിനിമ കണ്ടിരുന്നു? സിനിമ കണ്ടത് ഞാൻ സിനിമ ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. നമ്മുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയല്ലേ അൻസിബ? അൻസിബ ഒരു നടിയാണ്, ലൈക്ക് ഒരു നായിക. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോമിനൻറ്റ് റോളിൽ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് ആ സിനിമ ഒരാഴ്ച കഴിഞ്ഞ് കാണാൻ അതിൻ്റെ സക്സസ് ഇപ്പോഴും അൻസിബ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെങ്ങനെയാണ് കാണുന്നത്? ഐ നോ ഇറ്റ്സ് ഹാർഡ് ടു ടേക്ക്, ബട്ട് അറിയില്ല എനിക്ക്.
എനിക്കത് അറിയില്ല, എനിക്കതിൻ്റെ സന്തോഷം എടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. നമ്മൾ ഈ നമ്പായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പം എനിക്കത് എൻ്റെ അടുത്ത് ഓരോരുത്തർ വിളിച്ച് അതിനെപ്പറ്റി ഓരോന്നൊക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ പൂർണ്ണമായും അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഫൈനൽ ക്വസ്റ്റ്യൻ. മാലാപാർവതി ഏറ്റവും ഒടുവിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, അൻസിബ നാളെ ജനറൽ സെക്രട്ടറിയോ മന്ത്രിയോ വരാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് അൻസിബ ഇറങ്ങുമോ? അയ്യോ ഇല്ല, അത് മാല ചേച്ചിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടും വാത്സല്യം കൊണ്ടൊക്കെ പറയണതാണ്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് മാല ചേച്ചിയോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം ഞാൻ ഈ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് കണ്ടിട്ടായിരിക്കും എനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നത്. അല്ലാതെ മാല ചേച്ചിയും ഞാനായിട്ടൊരു സിനിമയിൽ പോലും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചൊരു ഷോ പോലും ചെയ്തിട്ടില്ല. അമ്മയിൽ വരുമ്പോൾ കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ആളാണ് പൊന്നമ്മ ബാബു ആൻറ്റി. ഞാൻ കമ്മിറ്റിയിൽ കയറി ഇത്രയും മാസം, ഈ 10 മാസത്തോളം അനുഭവിച്ച എല്ലാ വേദനകളും അറിയുന്ന ആളാണ് പൊന്നമ്മ ബാബു ആൻറ്റി. കാരണം എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ വിളിച്ച് ഓരോ തവണ ആൻറ്റി എനിക്കിങ്ങനെയാണ് പറ്റിയത്, ഇങ്ങനെയാണ് ഇന്ന് മീറ്റിങ്ങിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, സാരില്ല മോള് സാരില്ല. അപ്പോൾ എൻ്റെ അടുത്ത് മോളവിടെ സ്റ്റേണായിട്ട് നിൽക്കി, മോളവിടെ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയണത്, മോൾ നിൽക്കി. അതുപോലെ ഉഷാ ഹസീന ചേച്ചി ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ കന്യ ചേച്ചി, അവരൊക്കെ എങ്ങനെ എനിക്കറിയില്ല. അജു വർഗീസ് ഏട്ടൻ, ഈ ജനറൽ ബോഡിയിലൊക്കെ എനിക്ക് സംസാരിക്കാൻ അവസരമില്ലായിരുന്നു. അങ്ങനെ സംസാരിക്കാൻ അവസരമില്ലാത്ത എനിക്ക് അവസരം കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ സംസാരിച്ച, ശബ്ദം ഉയർത്തിയ ആളാണ് അജു വർഗീസ് ഏട്ടൻ, കൃഷ്ണ ചേട്ടൻ. അപ്പോൾ ഇവരൊന്നുമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. അവരൊക്കെ എനിക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങി നിന്ന് അവർക്കറിയാവുന്ന ആളുകൾക്കെതിരെയാണ് സംസാരിച്ചത്. ഒരു പരിചയമോ ഒന്നുമില്ലാത്തൊരാൾക്ക് വേണ്ടി. അത് ഞാൻ പറയണത് സത്യമാണെന്ന് മനസ്സിലാക്കി ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്ന് കണ്ടിട്ട് അവർ എന്നെ ഇങ്ങനെ പിന്താങ്ങി നിൽക്കുകയായിരുന്നു. എനിക്ക് ഇവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇവർ മാത്രമല്ല, ഇനിയും കുറേ പേരുണ്ട്. എല്ലാവരുടെയും പേര് പറയാൻ പറ്റാത്ത ഈ പേരിൽ ഒരാളോട് ഞാൻ വ്യക്തിപരമായി സംസാരിച്ചു. ഞാൻ അയാളുടെ പേര് പറയുന്നില്ല. ഈ പറഞ്ഞ പേരിൽ ഒരാളോട് ഞാൻ വ്യക്തിപരമായി സംസാരിച്ചു, ഒരു പ്രതികരണം നേടാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ ഒരു വട്ടം പ്രതികരണം നടത്തിയതാണ്. അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്നത് ഇപ്പോഴും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഭയമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു മെയിലാണ്. അദ്ദേഹത്തിന് പോലും ഭയമുണ്ടെങ്കിൽ അൻസിബയ്ക്ക് എത്രമാത്രം ഒരു വേട്ടയാടൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് വിശ്വസിക്കാം. കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ എങ്ങനെയാണ്? കുടുംബത്തിൽ നിന്ന് പിന്തുണയുണ്ട്. പക്ഷെ എന്നാലും വീട്ടുകാർക്കൊക്കെ ഉള്ള ഒരു കൺസേൺ ഉണ്ടാവുമല്ലോ എപ്പോഴും. അയ്യോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിനക്കെന്തെങ്കിലും പറ്റുമോ? ഇപ്പോൾ ഞാൻ കമ്മിറ്റിയിലിരുന്ന് സംസാരിച്ചതിനാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയത്. അപ്പോൾ ഇപ്പം ഞാൻ ഇത്രയും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് സൈബർ അറ്റാക്കുകളുണ്ടാവും, പല രീതിയിലുള്ള പ്രചരണങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒക്കെ ആയിരിക്കാം പല രീതിയിൽ എനിക്ക് നടക്കാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ എനിക്കറിയാതെ. പക്ഷേ എനിക്ക് മനസ്സിലുള്ളത് ഞാൻ പറയുന്ന ആളാണ്. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞു പോകും. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നത് അൻസിബ ഇതിനു മുമ്പും തുറന്നു പറഞ്ഞപ്പോഴും ആളുകൾ, ജനങ്ങൾ ഒക്കെ അൻസിബയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു നെഗറ്റീവ് കമൻറ്റ്, പേരിന് പോലും പറയുന്നതല്ല, ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും അൻസിബയ്ക്കെതിരെ നാളിതുവരെ കണ്ടിട്ടില്ല. അത് ഞാൻ വെറുതെ പറയുന്നില്ല. അല്ല, താങ്ക് യു. അല്ല, പക്ഷേ അതിങ്ങനെ ഈ ഒരു PR വർക്ക് നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അമ്മ സംഘടനയ്ക്ക് ഇതൊരു കളങ്കമായിട്ടൊന്നുമില്ല. ഒരു ശുദ്ധി വരുത്തി സംഘടനയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം എല്ലാം തുറന്ന് പറഞ്ഞ് മെമ്പേഴ്സിന് പോലും, കാരണം അവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്കും മെമ്പേഴ്സ് പോലും എപ്പോഴും അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അറിയുക പോലും ഇല്ലാത്ത കാര്യങ്ങൾക്കല്ലേ, അവരൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ECയിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മെമ്പേഴ്സ് അറിയണത് തന്നെ. അപ്പോൾ അവർക്കൊന്നും അറിയില്ല. അപ്പോൾ അറിയാത്ത കാര്യത്തിന് പോലും പഴി കേട്ടുകൊണ്ടിരുന്ന മെമ്പേഴ്സാണ് അവരൊക്കെ. അപ്പോൾ ഇപ്പോൾ അവരെല്ലാം അറിയുന്നുണ്ട്, അറിഞ്ഞപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. പ്രതികരണശേഷിയുള്ള ആൾക്കാരാണ് എല്ലാവരും. അതുകൊണ്ടാണല്ലോ എൻ്റെ കൂടെ എല്ലാവരും നിൽക്കുകയും ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഭരണസമിതി താഴെ ഇറങ്ങേണ്ടി വന്നതും ഐക്യകണ്ഠേന എല്ലാവരും ഈ ഭരണ സംവിധാനം വേണ്ട, പുതിയൊരു ഭരണ സംവിധാനം വരട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ. അപ്പോൾ അത് അവരുടെ ശബ്ദമാണ് അവർ റൈസ് ചെയ്തത്. അപ്പോൾ ഒരു ശുദ്ധി വരുത്തി പുതിയ ആളുകൾ വരിക, പുതിയ തീരുമാനങ്ങൾ എടുക്കുക, പഴയ തെറ്റുകൾ തിരുത്തുക എന്നൊക്കെ ഉള്ളത് ചെയ്യാനുള്ളൊരു അവസരമാണുള്ളത്. അതിലൂടെ അമ്മ വീണ്ടും മുന്നോട്ട് നല്ല രീതിയിൽ പോട്ടെ. ഇപ്പം 5000 രൂപ കൈനീട്ടം കിട്ടുന്നുണ്ട് കുറേ പേർക്ക്, അതൊരു 10000 രൂപയായിട്ടൊക്കെ കിട്ടട്ടെ. കാരണം അത് 10000 രൂപയാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സംഘടനയൊന്നും അല്ല അമ്മ. അതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് എല്ലാവരും മുന്നോട്ട് ജീവിക്കാൻ പറ്റും. രണ്ട് കാര്യത്തിലാണ്. ആദ്യം തന്നെ ഈ ക്ഷണം സ്വീകരിച്ച് സംസാരിക്കാൻ തയ്യാറായതിൽ സന്തോഷം.
2 ജനറൽ ബോഡിയിൽ അംഗങ്ങൾ പോലും പറയാത്ത കാര്യങ്ങൾ അൻസിബ ഈ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ബാക്ക്ലാഷിംഗ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് വീണ്ടും ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം. കാരണം നമ്മളൊക്കെ ആരാധിക്കുന്ന താരങ്ങൾ ഇങ്ങനെ 2 ചേരിയും 3 ചേരിയുമായിട്ട് നിൽക്കുമ്പോൾ ആളുകൾക്കുള്ളൊരു വിലമതിപ്പ് നഷ്ടപ്പെടുന്നു എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. പല ആളുകൾ ഉൾപ്പെടെ എന്തിനാണ് ഇതൊക്കെ വാർത്തയാക്കുന്നത് എന്നതുവരെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതെനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമാണ്, ഒരു ന്യൂസ് ചാനലെടുത്ത തീരുമാനം. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, അല്ല പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യം ആണ്. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യമാണ്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെങ്ങനെ പൊതുസമൂഹത്തെ ബാധിക്കും? നിങ്ങൾ സിനിമാക്കാരല്ലേ? സിനിമാക്കാർ ഈ സമൂഹത്തിലുള്ള ആൾക്കാരാണ്. പല സിനിമകളിലൂടെയാണ് നമുക്ക് അപ്ഗ്രേഡായിട്ട് നമ്മൾ മുന്നോട്ടുള്ള ചിന്തകൾ വരുത്തിയിട്ടുള്ളത്. ഞാൻ പറയട്ടെ, നിങ്ങളൊരു ഉദാഹരണം. ഇപ്പോൾ പണ്ട് അഴകിയ രാവണൻ സിനിമ ഫ്ലോപ്പായതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു? വിർജിനിറ്റി നഷ്ടപ്പെട്ട നായികയെ മമ്മൂക്കയെ പോലൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നായകൻ സ്വീകരിച്ചു എന്നുള്ളതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ? പക്ഷേ മായാനദി ഇറങ്ങിയപ്പോൾ എന്തായി? സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അത് സ്ത്രീയല്ലേ പറഞ്ഞത് അല്ലേ? അല്ലേ ആ കഥാപാത്രം അത് അക്സെപ്റ്റ് ചെയ്തില്ലേ നമ്മൾ? അത് അഴകിയ രാവണൻ സിനിമ ഇറങ്ങിയ സമയത്തായിരുന്നു ആ ഡയലോഗ് പറഞ്ഞതെങ്കിൽ മായാനദി ഫ്ലോപ്പായി പോകുമായിരുന്നു അല്ലേ? പക്ഷേ അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു സിനിമകളിലൂടെ. സിനിമ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സിനിമകൾ ഇപ്പോൾ നാരായം സിനിമ അല്ലേ, മുരളി സാറും, എനിക്കത് പറയുമ്പോൾ തന്നെ ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ഉർവശി ചേച്ചി, ജഗദീഷ് ചേട്ടനൊക്കെ അഭിനയിച്ച ഭയങ്കര രസമുള്ളൊരു സിനിമയാണത്. നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബോധം കാണിക്കുന്ന ഒരു സിനിമ. അത് കണ്ടിട്ട് ഇപ്പോഴും കണ്ട ഗൂസ് ബംസ് അടിക്കുമല്ലോ ആ പടം കണ്ട. അത് സ്വാധീനിച്ചിട്ടുണ്ട് നമ്മളെ. എത്ര സിനിമകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് സിനിമ. എത്ര സിനിമകൾ കണ്ടിട്ട് ചിലർ പറയും ക്രൈം ചെയ്യുന്നു സിനിമകൾ കണ്ടിട്ടെന്ന്. സിനിമകൾ കണ്ടിട്ട് എത്ര നന്നായ ആൾക്കാരുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ സിനിമ. ആ സിനിമ അതിൽ പറയുന്നത് ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. ആ സിനിമ ഞാൻ കോഴിക്കോട് നിന്നാണ് കാണുന്നത്, കൈരളി തിയേറ്ററിൽ നിന്നാണ് തോന്നുന്നു കാണുന്നത്. ഞാനും എൻ്റെ ഉമ്മയും കൂടെ പോയി കണ്ടത്. അപ്പം ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ, അമ്മയും മോളായിട്ട് അവിടെ ഇരിക്കുന്നത്. ബാക്കി മെജോറിറ്റിയും കപ്പിൾസാണ് ഇരിക്കുന്നത്. അപ്പോൾ പടം കാണാൻ ഇങ്ങനെ വളരെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടവരായിരുന്നു. ഈ പടം കഴിഞ്ഞപ്പോൾ കൈകൾ കോർത്ത് പിടിച്ചിറങ്ങിയ ആൾക്കാരെ ഞങ്ങൾ കണ്ടത്. അപ്പോൾ അന്ന് ഞാൻ ആലോചിച്ചു, അത് എന്തുമാത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ പറയുന്നൊരു കഥ അതായിരുന്നു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം. അപ്പോൾ പെട്ടെന്ന് ഈ പടം കഴിഞ്ഞപ്പോൾ അയ്യോ ഞാൻ എൻ്റെ ഭാര്യയെ ശ്രദ്ധിച്ചില്ലേ, ഞാൻ എൻ്റെ ഭർത്താവിനെ ശ്രദ്ധിച്ചില്ലേ എന്നുള്ളൊരു തോന്നൽ പരസ്പരം വന്ന് അറിയാതെ കൈകോർത്ത് പിടിച്ച് ഇറങ്ങിയ ആൾക്കാരാണ് അവർ. അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സിനിമ. അപ്പോൾ സിനിമ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ തന്നെ ജീവിക്കുന്ന, ഇവിടെ തന്നെ എല്ലാ അവകാശങ്ങളുള്ള പൗരന്മാരാണ് ഈ പറഞ്ഞ അമ്മ സംഘടനയിലുള്ളതും. അപ്പോൾ ആ വിഷയം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അകത്ത് ഇരിക്കുമ്പോൾ അത് ആ സംഘടനയ്ക്ക് അകത്ത വിഷയമാണ്. പക്ഷെ ആ വിഷയങ്ങൾ പുറത്തെത്തിക്കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ വിഷയമാണ്. അത് സാമൂഹിക വിഷയമല്ലാതാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പോയിന്റ് ആഡ് ചെയ്യാം, ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പ്രസിഡന്റ് പറയുന്ന പോലെ കൈ ഒഴുകാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത്രമാത്രം നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരു മാധ്യമ സ്ഥാപനം അങ്ങനെ പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അപ്പോൾ വർഗീയത പറയുക, അതൊന്നും ഒരിക്കലും അത് നമ്മുടെ നാട്ടിൽ അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതൊന്നും സാമൂഹിക വിഷയമല്ല, അതിൽ ഇടപെടുന്നില്ല. അത് വെറും ആഭ്യന്തര പ്രശ്നങ്ങളാണ്, പരദൂഷണമാണ്. അതിലിടപെടാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിലുള്ളൊരു അത്ഭുതം എനിക്കുണ്ട്. അങ്ങനെയല്ല ആവേണ്ടത്. ഇത്രയും മാധ്യമങ്ങൾ കൂടെ വന്നില്ല. അപ്പോൾ ഇത്രയും മാധ്യമങ്ങൾ കൂടെ വന്നതിൻ്റെ റീസൺ എന്താ? സാമൂഹിക വിഷയം ആയതുകൊണ്ടല്ലേ. അത് ഡെപ്ത് മനസ്സിലാക്കാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അവർ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി അൻസിബ, സംസാരിച്ചതിൽ, പ്രതികരിച്ചതിൽ, കൂടെ നിൽക്കുന്നതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.